ഇപ്പം ഞാൻ നിൽക്കുന്നത് വിശാഖപട്ടണത്താണ്, ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണം. അപ്പോൾ ഞാൻ പോകുന്നത് അరకు വാലി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. വിശാഖപട്ടണത്തു നിന്നും ഒരു 115 കിലോമീറ്റർ മാറി ഒരു ഹിൽ സ്റ്റേഷനാണ് അరకు വാലി. ആന്ധ്രാപ്രദേശിലെ ഊട്ടി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് അరకు വാലി. നല്ല മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. ഇവിടെ നിന്നും വിശാഖപട്ടണത്തിൽ നിന്നും രാവിലെ 6:45 ഒരു ട്രെയിൻ ഉണ്ടായിരുന്നു. പക്ഷേ അത് കിട്ടിയില്ല, അത് ഉറങ്ങിപ്പോയി. അതുകൊണ്ട് ആ ട്രെയിൻ കിട്ടിയില്ല. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ പോകുന്നത് ബസ്സിലാണ് പോകുന്നത്. ബസ്സിൽ ഇവിടെ നിന്നും നമുക്ക് ബസ് സ്റ്റാൻഡിലേക്ക് പോകണം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് റെയിൽവേ സ്റ്റേഷൻ്റെ നേരെ ഫ്രണ്ടിലാണ്. ഇവിടെ നിന്ന് നമുക്ക് ബസ് സ്റ്റാൻഡിലേക്ക് പോയിട്ട് അവിടെ നിന്നും എന്തെങ്കിലും കഴിച്ചതിന് ശേഷം നമുക്ക് അరకు വാലിയിലേക്ക് പോകാം. അതാണ് ഇന്നത്തെ എൻ്റെ പരിപാടി. അరకు വാലിയിൽ പോയിട്ട് അവിടെ കുറേ സ്ഥലങ്ങളുണ്ട്, ബോറ കേവ്സും പിന്നെ കുറേ വ്യൂ പോയിൻറ്റുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. അതാണ് എൻ്റെ പരിപാടി. എന്തായാലും നമുക്ക് ബസ്സിൽ കയറിയിട്ട് ബസ് സ്റ്റാൻഡിലേക്ക് പോകാം. അവിടെ നിന്നും അరకు വാലിക്ക് വിടാം. ഇതാ കണ്ടില്ലേ, റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ തന്നെ ബസ്സുകളെല്ലാം വന്ന് നിൽക്കുന്നത്. നമുക്ക് ബസ് സ്റ്റാൻഡിൽ പോകാനുള്ള ബസ് ഏതാണെന്ന് നോക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഷെയർ ഓട്ടോ ഉണ്ട്. ഇവിടെ തമിഴ്നാട്ടിലുള്ളതുപോലെ ഷെയർ ഓട്ടോ ഉണ്ട്. 10 രൂപയൊക്കെ ആവുള്ളൂ. എന്നാലും നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ തന്നെ ചെറിയ സ്ട്രീറ്റ് ഫുഡുകളെല്ലാം കിട്ടുന്ന സ്റ്റാളുകളെല്ലാം ഉണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ഷെയർ ഓട്ടോയാണ് ഇവിടെ നിർത്തിയിട്ടിരിക്കുന്നത്. ആൾക്കാരെ വിളിച്ച് കയറ്റുവാണ്. ഈ റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിൽ നിന്ന് കഴിഞ്ഞാൽ RTC കോംപ്ലക്സ് എന്ന് പറഞ്ഞൊരു കോംപ്ലക്സ് ഉണ്ട്. ഇതാ ഒരു ഷെയർ ഓട്ടോ പോകുന്ന നോക്കേ. അങ്ങനെ RTC കോംപ്ലക്സ് എന്ന് പറഞ്ഞൊരു കോംപ്ലക്സ് ഉണ്ട്. അവിടെയാണ് മെയിൻ ബസ് സ്റ്റാൻഡ്. അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാലാണ് നമുക്ക് അరకు വാലിയിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ബസ് കിട്ടുന്നത്. ഈ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് ബസ്സുകൾ RTC കോംപ്ലക്സിലോട്ട് പോകും. അതായത് APRTC, ആന്ധ്രാപ്രദേശ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ. ഇതാ കണ്ടില്ലേ, ഇവിടെയായിട്ട് ബസ് നിർത്തിയിരിക്കുന്നത്. നമുക്ക് ബസ്സിലേക്ക് കയറാം. ഏത് ബസ്സിൽ വേണമെങ്കിലും കയറാം കേട്ടോ. കുറേ ബസ്സുകൾ RTC കോംപ്ലക്സിലേക്ക് പോകുന്ന ബസ്സുകളാണ്. കപ്പലിൻ്റെ ഹോണുമായിട്ടൊരു ബസ് വന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ RTC കോംപ്ലക്സിനടുത്ത് ബസ് വന്ന് ഇറങ്ങിയിരിക്കുവാണ്. ഇവിടം വരെ വരുന്നതിന് ബസ് ടിക്കറ്റ് ചാർജ് 10 രൂപ. ഇവിടെ RTC ബസ് സ്റ്റാൻഡിൽ 25-ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് അరకు വാലി ബസ് നിൽക്കുന്നതെന്നാണ് അറിഞ്ഞത്. എന്തായാലും നമുക്ക് 25-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് പോകാം. അതിന് മുന്നേ ആയിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് പോകുന്നതല്ലേ നല്ലത്. ഇവിടെയായിട്ട് APSRTCയുടെ ലോജിസ്റ്റിക്സ്, അതായത് കൊറിയർ സംവിധാനമാണ്. നമ്മുടെ KSRTCക്ക് ഉണ്ടായിരുന്നല്ലോ, ഇപ്പോഴും ഉണ്ടെന്നാണ് തോന്നുന്നത്. ഇതാ കണ്ടില്ലേ, നമ്മൾ സ്ഥിരമായിട്ട് കാണാത്ത ടൈപ്പ് കളർ പെയിൻ്റുള്ള ബസ്സുകൾ വന്നപ്പോൾ ഒരു വ്യത്യസ്തത. പച്ച ബസ്, നീല ബസ്, ചുമന്ന ബസ് എല്ലാം ഉണ്ട്. അങ്ങനെ ബസ്സിലെ ഒരു പയ്യൻ എന്നോട് പറഞ്ഞത് അరకు പോകുന്ന ബസ് പ്ലാറ്റ്ഫോം നമ്പർ 25 എന്നാണ്. പക്ഷേ അതാ ഇവിടെ 26 എന്നാണ് എഴുതിയിരിക്കുന്നത്. അరకు പോകുന്നത് 26 ആണ് കേട്ടോ പ്ലാറ്റ്ഫോം നമ്പർ. വിശാഖപട്ടണം RTC ബസ് സ്റ്റാൻഡെല്ലാം നല്ല നീറ്റാണ് കേട്ടോ. പ്രത്യേകിച്ച് ചവറുകളോ കാര്യങ്ങളോ ഒന്നുമില്ല, നല്ല നീറ്റാണ്. കണ്ടില്ലേ, ഇരിക്കാൻ വേണ്ടി ഒരുപാട് ബെഞ്ചും എല്ലാം ഇട്ടിട്ടുണ്ട്. 25-26. അങ്ങനെ ഞാൻ പ്ലാറ്റ്ഫോം നമ്പർ 26 വന്നിട്ടുണ്ട്. ഇവിടെ അరకు ബസ് വരും. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം, എന്തെങ്കിലും കഴിച്ചിട്ട് വരാം. വിശാഖപട്ടണം ബസ് സ്റ്റാൻഡിന് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുവാണ്. എന്തെങ്കിലും കഴിക്കാം. ഞാൻ കഴിച്ചിട്ട് അകത്തേക്ക് ബസ് സ്റ്റാൻഡിനകത്തേക്ക് പോകാത്ത കാര്യമെന്ന് വെച്ചാൽ, നമ്മൾ ചെന്നിട്ട് ബസ്സിൻ്റെ സമയമൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. നോക്കിയിട്ട് സമാധാനത്തോടെ കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ചെന്ന് തിരക്കിയപ്പോൾ അറിഞ്ഞത് ഒരു ബസ് പോയി, കുറച്ച് കഴിയുമ്പോൾ അടുത്ത ബസ് വരുമെന്ന് പറഞ്ഞു. ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് പോയി എന്തായാലും കഴിച്ചിട്ട് വരാം. ഇതെവിടെയായിട്ട് നോക്കിയേ, പച്ച ഓട്ടോ, CNG എഞ്ചിനാണ്. ബാംഗ്ലൂരും ചെന്നൈയിലും കുറച്ച് സ്ഥലങ്ങളിലെല്ലാം ഞാൻ CNG എഞ്ചിൻ കണ്ടിട്ടുണ്ട്. ബസ് സ്റ്റാൻഡിന് മുന്നിലൂടെ തന്നെ കണ്ടില്ലേ, വലിയൊരു ഫ്ലൈ ഓവർ പോകുന്നുണ്ട്. നമുക്ക് ഈ ഫ്ലൈ ഓവർ ക്രോസ് ചെയ്തിട്ട് അപ്പുറത്തെ ഭാഗത്തേക്കാണ് റെസ്റ്റോറൻ്റ് എല്ലാം ഉള്ളത്. എന്തായാലും ആ ഭാഗത്തേക്ക് പോയിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് വരാം. അങ്ങനെ ഞാൻ ബസ് സ്റ്റാൻഡിന് ഓപ്പോസിറ്റായിട്ട് വന്നപ്പോഴും എവിടെയായിട്ട് കണ്ടില്ലേ, ഡോർമെട്രിയും സിംഗിൾ റൂം അങ്ങനെയൊക്കെ പറഞ്ഞ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ബോയ്സ് ഹോസ്റ്റൽ കണ്ടില്ലേ, 400 രൂപ, 650 രൂപ, 750 രൂപ, അങ്ങനെ പല റേറ്റിന് റൂമുകളെല്ലാം കാണിച്ചിട്ടുണ്ട്. പിന്നെ ബിരിയാണിയുടെ റേറ്റെല്ലാം 99 രൂപ എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഒരു റെസ്റ്റോറൻറ്റിൽ കഴിക്കാൻ വേണ്ടി കയറി. ഇവിടെ സെൽഫ് സർവീസാണ് കേട്ടോ. ഇവിടെ ഞാൻ കയറി റെസ്റ്റോറൻറ്റിൽ ചോദിച്ചു എന്താണ് ഈ ഒരു ഫോട്ടോ വെച്ചിരിക്കുന്നതെന്ന്. ഇവർ വളർത്തിയിരുന്ന പട്ടിയാണിത്. അത് പോയപ്പോൾ അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് വെച്ചിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലെല്ലാം സാധാരണ ആൾക്കാർ മരിക്കുമ്പോഴാണ് ഇങ്ങനെ ഫോട്ടോ എല്ലാം ഇട്ട് മാല ഇടുന്നത് അല്ലേ, അത് കൊള്ളാം. അങ്ങനെ ഞാൻ ഒരു സെറ്റ് ഇഡ്ഡലി വാങ്ങി. 35 രൂപയാണ് 2 ഇഡ്ഡലി. എന്തായാലും ഇഡ്ഡലിയുടെ മാവ്
റവ പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ, കിരികിര ഫീൽ ചെയ്യുന്നുണ്ട്. കൊള്ളാം, ടേസ്റ്റ് ഉണ്ട്. സാമ്പാർ നല്ല മധുരമുള്ള സാമ്പാർ. നല്ല മധുരം എന്ന് വെച്ചാൽ ഭയങ്കര മധുരമല്ല, കുറച്ച് മധുരമുള്ള സാമ്പാർ. കൊള്ളാം. ഈ കാണുന്നത് ഇഞ്ചി അച്ചാറാണ് കേട്ടോ, അതിനും ഒരു മധുരമുണ്ട്. എനിക്ക് തോന്നുന്നു ശർക്കര ചേർത്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഞാൻ ആദ്യം ഒന്ന് രുചിച്ച് നോക്കിയതിന് ശേഷമാണ് അത് പറഞ്ഞത്. അപ്പോഴേ നിങ്ങൾ വിചാരിക്കരുത് അത് കയ്യിൽ വെച്ചിട്ട് എങ്ങനെയാണ് ടേസ്റ്റ് മനസ്സിലായത്. ആദ്യം ഒന്ന് തൊട്ട് നോക്കി എന്നിട്ടാണ് പറഞ്ഞത്. അങ്ങനെ സത്യത്തിൽ 2 ഇഡലി കഴിച്ചിട്ട് ഒന്നും ആയില്ല കേട്ടോ. അങ്ങനെ ഞാനൊരു സിംഗിൾ പൂരിയും കൂടെ വാങ്ങിയിട്ടുണ്ട്. നല്ല വലിയ പൂരിയാണ്, കണ്ടില്ലേ? 35 രൂപയാണ് വില സിംഗിൾ പൂരി. എന്തായാലും നല്ല സോഫ്റ്റായിട്ടൊക്കെ ഉണ്ട്. കൊള്ളാം കേട്ടോ. സത്യത്തിൽ ഇഡ്ഡലി വാങ്ങുന്നതിനേക്കാൾ പൂരി വാങ്ങിയാൽ മതിയായിരുന്നു. 2 പൂരി വാങ്ങി കഴിച്ചാൽ മതിയായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട് പൂരി. അങ്ങനെ ഒരു ചായ വാങ്ങിയിട്ടുണ്ട്. ചായക്ക് 15 രൂപ. കൊള്ളാം കേട്ടോ, നല്ല ചായ, നല്ല കട്ടിയുള്ള പാൽ, നല്ല ചായ, സ്ട്രോങ്. അങ്ങനെ ഈ ബസ് സ്റ്റാൻഡിനകത്ത് തന്നെ കണ്ടില്ലേ, റിലാക്സ് റൂമും ജെൻസ് ടോയ്ലറ്റ്, ലേഡീസ് ടോയ്ലറ്റ്, വാഷ്റൂം, വാച്ചിങ് TV, ചാർജിങ് പോയിൻ്റ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട്. അത് 20 രൂപയാണ് 1 മണിക്കൂർ ചാർജ്. ഇവിടെ അകത്തായിട്ട് തന്നെ ക്ലോക്ക് റൂമും ഉണ്ട് കേട്ടോ. എന്തായാലും ഞാൻ ബാഗൊന്നും വെക്കുന്നില്ല, ബാഗും കൊണ്ടുപോവാണ്. ചിലപ്പോഴേ അവിടെ ചെന്നിട്ട് ചിലപ്പം സ്റ്റേ ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാലേ ഈ ബാഗ് ഒരു ബാധ്യതയാവും. പിന്നെ ഞാൻ ബാഗ് എടുക്കാൻ വേണ്ടി തിരിച്ചിങ്ങോട്ട് വരേണ്ടി വരും, മനസ്സിലായില്ലേ? കാര്യം ഡ്രസ്സെല്ലാം അതിനകത്തിരിക്കുമല്ലേ. എനിക്കങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ട്. ഞാൻ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ ബാഗ് വേറെ ക്ലോക്ക് റൂമിലായി പോയല്ലോ, ഇനിയിപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്യാൻ പറ്റില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോഴെന്തായാലും ഞാൻ ബാഗ് കൂടെ കൊണ്ടുപോവാണ്, ക്ലോക്ക് റൂമിലൊന്നും വെക്കുന്നില്ല. യെസ്, അരക്കുവല്ലി ബസ് വന്നിട്ടുണ്ട്. നമുക്ക് ബസ്സിനകത്തേക്ക് കയറാം. 10:10-നാണ് ബസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ ബസ്സിൽ ബാഗ് വെച്ചിട്ട് പുറത്തേക്ക് വന്നിരിക്കുവാണ്. ഈ ബസ്സിൻ്റെ ഫ്രണ്ടിൽ കണ്ടില്ലേ, ഫിറ്റ് ഫോർ ഗട്ട് എന്ന് എഴുതിയിരിക്കുന്നത്. അതായത് ഇവിടെ നിന്നും ഹിൽ സ്റ്റേഷനിലേക്കെല്ലാം പോകുന്ന ബസ്സുകളിൽ ഇങ്ങനെ മാർക്ക് ചെയ്തിരിക്കും, മലനിരകളിൽ പോകാൻ യോഗ്യനാണ്. അങ്ങനെ നമ്മൾ പോകുന്നത് ഈ ടാറ്റയുടെ ബസ്സിലാണ്. എന്തായാലും നമുക്ക് ബസ്സിനകത്തേക്ക് കയറാം. 10:10-നാണ് ബസ് പുറപ്പെടുന്നത് കേട്ടോ. ഇനി അടുത്ത ബസ് എന്ന് പറയുന്നത് 10:50-നാണ്. 3/4 മണിക്കൂർ അങ്ങനെയൊക്കെയാണ് ഗ്യാപ്പിൽ ബസ് പോകുന്നത്. അങ്ങനെ ഞാൻ ബസ്സിനകത്തേക്ക് കയറുവാണ്. ഡ്രൈവറും കണ്ടക്ടറും ബസ്സിലേക്ക് കയറുവാണ്. അതുകൊണ്ട് ഞാനും കയറി ഫ്രണ്ട് സീറ്റിലിരുന്ന് കാഴ്ചകളൊക്കെ കണ്ടു പോവാം. അങ്ങനെ നമ്മുടെ ബസ്സിലെ ഡ്രൈവർ ചേട്ടൻ കയറിയിരിക്കുവാണ്. ഫ്രണ്ട് വ്യൂ കണ്ടിട്ട് പോകാമെന്ന് വെച്ചാലേ, നോക്കിയതാ ഫുള്ള് പൊടിയാണ്. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ കാഴ്ചകളൊക്കെ കണ്ടുപോവാം. ഡ്രൈവർ സീറ്റിൻ്റെ നേരെ ഫ്രണ്ടിലെ ഗ്ലാസ് വൃത്തിയുണ്ട്, ആ വഴിയിലൂടെ നമുക്ക് നോക്കാം. അങ്ങനെ നമ്മുടെ ബസ് വിശാഖപട്ടണം പട്ടണത്തിലൂടെ മുന്നിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ പട്ടണം വൈബെല്ലാം മാറിയിട്ട് ഗ്രാമാന്തരീക്ഷത്തിലേക്ക് കയറും. ഇവിടെ നിന്നും 115 കിലോമീറ്ററാണ് അരക്കുവിലേക്കുള്ള ദൂരം. ഏകദേശം 3.5 മണിക്കൂറിൽ കൂടുതലുണ്ട് യാത്രാ സമയം എന്നാണ് ഞാനിവിടെ ചോദിച്ചപ്പോഴേ അറിഞ്ഞത്. എന്തായാലും നമുക്ക് പോയി നോക്കാം. ഒരു കാര്യം പറയാം, നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ നിന്നാലും ഈ ബസ് കിട്ടും കേട്ടോ. സ്റ്റാൻഡിൽ നിന്നും റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലേക്കാണ് ബസ് വന്നത്. അപ്പോൾ ഇവിടെ നിന്നാൽ മതിയായിരുന്നു. എന്തായാലും നമ്മൾ അങ്ങനെ ഒരു കാര്യവും പഠിച്ചല്ലോ. ഇനി വിശാഖപട്ടണത്ത് വരുമ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ നിന്നാൽ മതി അരക്ക് വലയിൽ പോകാൻ. അങ്ങനെയൊക്കെയല്ലേ ഓരോരോ കാര്യങ്ങൾ പഠിക്കുന്നത്. അങ്ങനെ ഇന്ന് ഈ ഒരു കാര്യം പഠിച്ചു. ഈ കാണുന്നതാണ് വിശാഖപട്ടണം റെയിൽവേ സ്റ്റേഷൻ. ഇതിൻ്റെ മുന്നിലൂടെയാണ് ഞാൻ നേരത്തെ സംസാരിച്ച് പോയത്. അങ്ങനെ നമ്മുടെ ബസ് വിശാഖപട്ടണം റെയിൽവേ സ്റ്റേഷൻ ഫ്രണ്ടിൽ ബസ് നിർത്തിയതിന് ശേഷം വീണ്ടും മുന്നിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിയെല്ലാം കാണാൻ നല്ല മനോഹരമാണ് കേട്ടോ. 2 സൈഡിലും മരങ്ങളെല്ലാമായിട്ട് കൊള്ളാം. ഇവിടെയായിട്ടും ഒരു എൻജിൻ വെച്ചിട്ടുണ്ട്, ഒരു സ്റ്റീം എഞ്ചിനോ കൽക്കരി എഞ്ചിനോ ഏതോ ഒരു എൻജിൻ. അങ്ങനെ നമ്മൾ ആ ഒരു മലനിരയ്ക്ക് മുകളിലേക്കായിരിക്കാം പോകുന്നത്. അങ്ങനെ ഞാൻ ബസ്സിൽ ടിക്കറ്റ് എടുത്തിരിക്കുവാണ്. 120 രൂപയാണ് ടിക്കറ്റ് ചാർജ്. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാം, ഗൂഗിൾ പേ ഉണ്ട് കേട്ടോ. ബസ്സിൽ ഗൂഗിൾ പേ ഉണ്ട്, പക്ഷേ കയ്യിൽ ക്യാഷ് കരുതിയിരിക്കുക. ചിലപ്പോൾ സ്കാനിങ് വർക്കാവാതെ വരും. എനിക്ക് സ്കാനിങ് വർക്കായില്ല, ആ കാര്യം നോട്ട് ചെയ്തോളുക. അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം ഫ്രണ്ടിലേക്ക് പോയിട്ടും ഇതേവരെ ടൗണിൻ്റെ വൈബ് മാറിയിട്ടില്ല. അതാ കണ്ടില്ലേ, റോഡിൻ്റെ നടുക്കായിട്ട് നല്ല മനോഹരമായിട്ടുള്ളൊരു അമ്പലം എല്ലാം കാണുന്നുണ്ട്. നല്ല തിരക്കുള്ളൊരു ടൗണാണ് കേട്ടോ ഇപ്പോഴും.
ഇതാ കണ്ടില്ലേ, സൈഡിലായിട്ട് പൂക്കടകളും പഴക്കടകളും എല്ലാം ഉണ്ട്. അങ്ങനെ നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ സ്ഥലത്തിൻ്റെ പേരാണ് കഞ്ചാറെ പാലം. കഞ്ചാറെ പാലം, പാലം അല്ല പാലം. കുറച്ചും കൂടെ കഴിയുമ്പോൾ ഈ ടൗണിൻ്റെ വൈബെല്ലാം മാറിയിട്ടെ ഗ്രാമ വൈബാവും. നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നഗരങ്ങളിലെ തിരക്കുകളെല്ലാം മാറി ഗ്രാമത്തിലേക്ക് കയറിയിരിക്കുവാണ്. കുറേ നേരം ടൗൺ തന്നെയായിരുന്നു കേട്ടോ. അതിനുശേഷമാണ് ഈ ഒരു ഗ്രാമത്തിലേക്ക് വന്നത്. ശരിക്കും ഒരു തമിഴ്നാടിൻ്റെയൊക്കെ ഒരു പ്രതീതിയാണ് തോന്നുന്നത്. തമിഴ്നാട്ടിലെ ഏതോ ഒറ്റപ്പെട്ട സ്ഥലത്തൂടെ പോകുന്നത് പോലെയാണ് തോന്നുന്നത്. അങ്ങനെ ഏതൊക്കെയോ സ്ഥലങ്ങളിൽ എത്തുന്നുണ്ട് കേട്ടോ. സ്ഥലത്തിൻ്റെ പേര് വായിക്കാൻ മിക്ക സ്ഥലങ്ങളിലും തെലുങ്കിലാണ് എഴുതിയിരിക്കുന്നത്. നോക്കട്ടെ, എവിടെയെങ്കിലും ബോർഡ് കാണുവാണെന്നുണ്ടെങ്കിൽ ഞാൻ വായിച്ച് പറഞ്ഞുതരാം. കുറച്ച് കടകളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലത്തേക്കാണ് വന്നിരിക്കുന്നത്. വലിയൊരു ടൗൺ ആയിരുന്നു കഴിഞ്ഞത്, അതിനുശേഷം കുറേ വിജനത, അതിനുശേഷം വീണ്ടും കുറച്ച് കടകളൊക്കെ ഉള്ളൊരു ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ്. ഏകദേശം തമിഴ്നാടിൻ്റെയൊക്കെ ഒരു രീതി തന്നെയാണ് ഇവിടെയും. ഇതാ കണ്ടില്ലേ, ഇവിടെ ആയിട്ടൊരു അമ്പലവും പിന്നെ അതിനോട് ചേർന്ന് കുറേ കടകളും വീടുകളും എല്ലാം ഉള്ളൊരു ഏരിയയിലേക്ക് വന്നിരിക്കുവാണ്. ഒരു ബൈക്കിൽ 6 പേരൊക്കെയാണ് പോകുന്നത്. ഇത് നോക്കി, കുടിലുകൾ. ഇതേപോലെ കുടിലുകൾ ഈ വരുന്ന വഴിക്കെല്ലാം കണ്ടായിരുന്നു കേട്ടോ. ബസ് പെട്ടെന്ന് പോകുന്നത് കൊണ്ട് നിർത്തി കാണിക്കാൻ പറ്റില്ലല്ലോ. നിങ്ങൾ പ്രൈവറ്റ് കാറിലൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ അവിടേക്ക് ഇറങ്ങി കാണാം. പാൻ ഷോപ്പ് എന്ന് പറഞ്ഞിട്ട് ബോർഡ് വെച്ചിട്ടുണ്ട് പല പല കടകളിലും. എന്ത് പാനാണെന്ന് അറിയില്ല. നമ്മൾ പോകുന്നതിന് സമാന്തരമായിട്ട് റെയിൽവേ ട്രാക്കും ഉണ്ട്. അരക്ക് വലിയിലേക്ക് പോകുന്ന റൂട്ട്, ട്രെയിൻ പോകുന്ന റൂട്ടാണിത്. ഇവിടെ ആയിട്ടൊരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. സ്ഥലത്തിൻ്റെ പേര് കൊത്തവലസ. കൊത്തവലസ എന്ന് പറഞ്ഞ സ്ഥലത്തൂടെയാണ് ബസ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് കേട്ടോ, കൊത്തവലസ റെയിൽവേ സ്റ്റേഷൻ. കോട്ടവലസ. നേരത്തെ അവിടെ ബോർഡ് വെച്ചിരുന്നത് കൊത്തവലസ എന്നായിരുന്നു. KOTHALA അങ്ങനെയായിരുന്നു. പക്ഷേ ഇവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ പേര് KOTTA, കൊട്ടവലസ അല്ലെങ്കിൽ കൊത്തവലസ. അങ്ങനത്തെ ഒരു സ്ഥലത്താണ് ഇപ്പോൾ എത്തിയത്. ഇതുവരെയും മല കയറി തുടങ്ങിയിട്ടില്ല. കൊത്തവലസ അത്യാവശ്യം ടൗണാണ്. ഇതേപ്പോഴ് മാർക്കറ്റിലേക്കെല്ലാം ബസ് കയറുവാണ്. കണ്ടില്ലേ, ഇവിടെ ആയിട്ടെല്ലാം കച്ചവടങ്ങളും എല്ലാം തുടങ്ങുവാണ്. വർക്ക്ഷോപ്പുകളെല്ലാം ഉണ്ടായിരുന്നു. ഇതാ കണ്ടില്ലേ, ഇവിടെ ആയിട്ട് ഇറച്ചിക്കട, കരിക്ക് കട, അങ്ങനത്തെ ഓരോരോ കടകൾ. ഇതാ കണ്ടില്ലേ, കോഴിയും എല്ലാം തൂങ്ങി നിൽക്കുന്നത്. ഉന്തുവണ്ടിയിൽ കച്ചവടങ്ങളെല്ലാം വരിവരിയായിട്ട് വെച്ചിട്ടുണ്ട്. വരിവരിയായിട്ട് പൂക്കടകളും പഴക്കടകളും എല്ലാം ഉണ്ട്. അങ്ങനെ ബസ് സ്റ്റോപ്പിൽ ബസ് നിർത്തിയിരിക്കുകയാണ്. നമുക്ക് മുന്നിലായിട്ടൊരു ഷെയർ ഓട്ടോ പോകുന്നുണ്ട്, കണ്ടില്ലേ. അങ്ങനെ കൊത്തവലസയിൽ നിന്നും വീണ്ടും ബസ് മുന്നിലേക്ക് പോവുകയാണ്. അങ്ങനെ കൊത്തവലസ ബസ് സ്റ്റാൻഡിനകത്തേക്ക് ബസ് കയറുവാണ്. വലിയ ബസ് സ്റ്റാൻഡൊന്നുമല്ല, ചെറിയൊരു ബസ് സ്റ്റാൻഡ്. വേറെ ബസ്സുകളൊന്നും വരിവരിയായിട്ട് നിൽക്കുന്നതൊന്നുമില്ല. ഇവിടെ നിന്ന് ഒരുപാട് പേര് കയറാനൊന്നും ഇല്ല കേട്ടോ. ചെറിയൊരു ബസ് സ്റ്റാൻഡാണ്. കൊല്ലത്തെ ചാത്തന്നൂർ ബസ് സ്റ്റാൻഡാണ് എനിക്ക് ഓർമ്മ വന്നത്. അവിടെ ഇങ്ങനെയാണല്ലോ, വലുതായിട്ട് അങ്ങനെ ആരും ബസ്സിനകത്തേക്ക് കയറാൻ കാണില്ല. അങ്ങനെ ബസ് സ്റ്റാൻഡിൽ ബസ് നിർത്തി വീണ്ടും ബസ് പുറപ്പെടുവാണ്. ഒരാളാണ് ബസ്സിലേക്ക് കയറിയത്. എന്തായാലും ഈ ഒരു കൊത്തവലസയും പരിസരവും എല്ലാം കാണാനൊരു പ്രത്യേകത. തനി ഗ്രാമം ഒരു ഫീലാണ്. തനി ഗ്രാമം എന്ന് വെച്ചാൽ ഇതാ കണ്ടില്ലേ, ഇതേപോലത്തെ കുടിലുകൾ നമ്മളിങ്ങോട്ട് വരുന്ന വഴിക്കെല്ലാം കാണാമായിരുന്നു. നോക്കാം, ഫ്രണ്ടിലേക്ക് പോകുമ്പോഴേ ഇനിയും കാണുമെങ്കിൽ നമുക്ക് നോക്കാം. അങ്ങനെ പക്കാ ഗ്രാമമാണെങ്കിലും ഇതാ കണ്ടില്ലേ, റോഡ് നല്ല പോലെയാണ് ചെയ്തിട്ടിരിക്കുന്നത്. സ്ട്രെയിറ്റ് റോഡാണ്, നീളത്തിലാണ് റോഡ്. സ്റ്റിയറിങ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും തിരിക്കണ്ട. ആക്സിലേറ്ററും കൊടുത്ത് സ്റ്റിയറിങ്ങിൽ പിടിച്ചിട്ടങ്ങ് ഇരുന്നാൽ മതി. സാന്തപ്പേട്ട എന്ന് പറഞ്ഞൊരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു ഈ സ്ഥലത്തിന്. പ്രൊനൗൺസിയേഷൻ ഇങ്ങനെ തന്നെയാണോ എന്നറിയില്ല. ശാന്തപ്പേട്ട. അപ്പോൾ അവിടെ ആയിട്ട് ലൈറ്റ് ഹൗസ് പോലൊരു സംഗതി കാണുന്നുണ്ടല്ലോ, കണ്ടില്ലേ. എന്താ സംഗതി എന്നറിയില്ല. ഇവിടെ വിസിലടിച്ചിട്ടുണ്ട്. എൽക്കോട്ട എന്ന് പറഞ്ഞിട്ട് ഉള്ള സ്ഥലമാണ് കേട്ടോ. ഇപ്പോഴ് അവിടെ വേറൊരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു, എൽക്കോട്ട. ഇതെവിടെയായിട്ട് നോക്കി, ഒരു സൈക്കിൾ റിക്ഷ.
എന്തായാലും ബസ് പോകുന്ന റൂട്ടെല്ലാം തനി ഗ്രാമമാണ് കേട്ടോ. എന്താ പറയുന്നത്, ഒരു പ്രത്യേക ഫീലാണ്. കൊച്ചു കൊച്ചു കടകളൊക്കെ ആയിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിർത്തും, വീണ്ടും ബസ് മുന്നിലേക്ക് പോകും. ഇതാ കണ്ടില്ല, ഇവിടെ എല്ലാം പനയോല വെച്ച് മേഞ്ഞിരിക്കുന്ന കുടിലുകളും വീടുകളും എല്ലാം ഉണ്ട്. പോകുന്ന വഴിയിലെല്ലാം കാണാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ, ഈ കാണുന്നത് ഒരു മാന്തോപ്പാണ്, മാങ്ങ കൃഷി. അങ്ങനെ കൃഷി തന്നെയാണ് ഇവിടുത്തെ മെയിൻ വരുമാനം. നമ്മൾ പോകുന്നതിന് സമാന്തരമായിട്ട് റെയിൽവേ ട്രാക്ക് ഉണ്ട് കേട്ടോ. ഇത് അങ്ങ് ദൂരെയായിട്ട് റെയിൽവേ ട്രാക്ക് ഉണ്ട്. റെയിൽവേ ട്രാക്കിനോട് ചേർന്ന് തന്നെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആ ബസ് സ്റ്റോപ്പിൽ നിന്നും വീണ്ടും സ്ട്രെയിറ്റ് റോഡിലേക്ക് ബസ് പൊയ്ക്കൊണ്ടിരിക്കുവാണ്. ഇവിടുത്തെ ലോറിയൊക്കെ വരുന്നത് നോക്കേ. ലോറികളെല്ലാം കാണാൻ അടിപൊളിയാണ് കേട്ടോ. ഹെവി വെഹിക്കിളെല്ലാം കാണാൻ അടിപൊളിയാണ്. ഇതാ ദൂരെയായിട്ട് വലിയൊരു മലനിര കാണുന്നുണ്ട്, കണ്ടില്ലേ? അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. വലിയ കൃഷിപ്പാടമാണ്. കർഷകരെല്ലാം അവിടെ ജോലി ചെയ്യുന്നത് കാണാം. ഇത്രയും കനത്ത ചൂടിലും ഈ കൃഷിക്ക് ആവശ്യമുള്ള വെള്ളം അവരൊപ്പിക്കുന്നത്, അത് സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. ഇതെവിടെ കേട്ട് നോക്കി, കുറേ പനമരങ്ങൾ വരി വരിയായിട്ട് നിൽപ്പുണ്ട്. അങ്ങനെ വീണ്ടും ഒരു ബസ് സ്റ്റോപ്പിലേക്ക് വന്നിരിക്കുകയാണ്. നമുക്ക് ഓപ്പോസിറ്റ് സൈഡായിട്ടും ഒരു ബസ് നിർത്തിയിട്ടിട്ടുണ്ട്, ചെറിയൊരു കടയൊക്കെ ആയിട്ട്. ഇതാ കണ്ടില്ലേ, ഞാൻ പാൻ ഷോപ്പ് എന്ന് പറഞ്ഞില്ലായിരുന്നോ? ഇതാ ഒരുവിധപ്പെട്ട കടകളിലെല്ലാം പാൻ ഷോപ്പ് എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ആ ബസ് സ്റ്റോപ്പിൽ നിന്നും വീണ്ടും ബസ് മുന്നിലേക്ക് പോവുകയാണ്. തംസപ്പിൻ്റെ പരസ്യം കണ്ടില്ലേ? ഇവിടെ കുറേ തംസപ്പിൻ്റെ പരസ്യം ഞാൻ കണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെങ്ങനെ തംസപ്പ് വലുതായിട്ട് സെയിലില്ലല്ലോ. ഇതെവിടെ ആയിട്ട് കരിക്ക് വെച്ചിരിക്കുന്നത് നോക്കേ. കരിക്ക് നമ്മൾ വരുന്ന വഴിക്കെല്ലാം അവിടെ ഇവിടെ ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രൂട്ട്സും അതേപോലെ പലതരം കച്ചവടങ്ങളുണ്ട് കേട്ടോ. അങ്ങനെ ആ ഒരു ടൗൺ കഴിഞ്ഞതിന് ശേഷം, ടൗൺ എന്ന് പറയാൻ പറ്റില്ല, ഒരു കവല, ആ ഒരു കവല കഴിഞ്ഞതിന് ശേഷം വീണ്ടും വിജനതയിലേക്ക് കയറിയിരിക്കുവാണ്. എന്തായാലും ഈ ഒരു സ്ഥലം കൊള്ളാം. ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് കൃഷിയിടങ്ങളുണ്ടെന്ന്. ഈ കാണുന്നതെല്ലാം കൃഷിയിടങ്ങളാണ്. ദൂരെയായിട്ട് വലിയ വലിയ മലനിരകളും കാണാം. എന്തായാലും നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. നല്ല പച്ച കളർ നെല്ലൊക്കെ കിളിച്ച് വന്നിട്ടുണ്ട്. എന്തായാലും പോകുന്ന വഴിയെല്ലാം കൊള്ളാം. പിന്നെ ഇടയ്ക്കിടയ്ക്കായിട്ട് കുടിലുകൾ കാണാം കേട്ടോ. പെട്ടെന്ന് വീഡിയോയിൽ കാണിക്കുമ്പോൾ അതങ്ങ് മിസ്സാവുകയാണ്. നമുക്ക് നോക്കാം എവിടെയെങ്കിലും കാണുമെന്നേ. കുടിലുകളെന്ന് വെച്ചാൽ അത് സത്യം പറഞ്ഞാൽ അത് ആൾക്കാർ താമസിക്കുന്ന കുടിലുകളാണോ, ഇനി കൃഷി ആവശ്യത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും സാധനങ്ങൾ വെക്കുന്ന കുടിലുകളാണോ എന്താണെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. ഇറങ്ങി നോക്കാനുള്ള സൗകര്യമില്ല, നമുക്ക് ബസ്സിലിരുന്ന് നോക്കാം. ഇവിടെ കേട്ടുണ്ടായിരുന്നു കുടിലുകളെ, പനയോല വെച്ച് ചെയ്ത കുടിലുകളാണ്. ഇതാ കണ്ടില്ലേ, അവിടെ ആയിട്ടുണ്ട്. വൈക്കോൽ കൂനകളും ഉണ്ട്, അല്ലാതെ കുടിലുകളും ഉണ്ട്. ഇതോ അവിടെ ആയിട്ട് കണ്ടില്ലേ, ഇതോ അങ്ങ് ദൂരെ. പെട്ടെന്ന് കാണിക്കാൻ പറ്റുന്നില്ലല്ലോ. പക്ഷെ നിങ്ങൾ നേരിട്ട് ഇവിടെ വരണം കേട്ടോ. നേരിട്ട് വന്നിട്ട് കാണണം. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അതൊക്കെ കാണുന്നത് തന്നെ. നമ്മുടെ നാട്ടിലെ ചെറിയ ചെറിയ വീടുകളെ കുടിലുകൾ എന്നൊക്കെ പറയുമല്ലോ, പക്ഷേ അതൊന്നും അല്ല ശരിക്കും കുടിലുകൾ. ഇങ്ങനത്തെയാണ് കുടിലുകൾ. കാണിക്കാമെന്ന് വെച്ചപ്പോൾ ഒന്നും ആവശ്യത്തിന് കാണുന്നതുമില്ല. അങ്ങനെ നമ്മൾ കുറച്ചും കൂടെ മുന്നിലേക്ക് പോയപ്പോൾ കുറച്ച് കടകളൊക്കെ ഉള്ളൊരു ഏരിയയിലേക്ക് വന്നിരിക്കുവാണ്. സ്ഥലത്തിൻ്റെ പേര് വായിക്കുന്നതാണ് ടാസ്ക്. ഒരു കോളേജൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അത്യാവശ്യം വലിയൊരു ടൗണാണ്. ഇതാ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്. നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്ന വഴിക്ക് മുമ്പ് ഒരു പെട്രോൾ പമ്പ് കണ്ടായിരുന്നു, അത് വീഡിയോയിൽ കാണിക്കാൻ പറ്റിയില്ല. കുറേ കോഴികളെ കൊണ്ടുവരുന്ന വണ്ടിയാണല്ലോ ഇത്, പൗൾട്രി ഫാമിലേക്ക്. മദ്രാസ് ഫിൽട്ടർ കോഫി അങ്ങനെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. സ്ഥലത്തിൻ്റെ പേര്, അങ്ങനെ നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ സ്ഥലത്തിൻ്റെ പേരാണ് യസ്കൊത്ത. യസ് ഡോട്ട് പിന്നെ KOTA അങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത് ബോർഡിലെ. പെട്ടെന്ന് നമുക്ക് ബോർഡ് വായിക്കാൻ പറ്റില്ല. ചില ആൾക്കാർ പറയും ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഇട്ട് വായിച്ചുകൂടായിരുന്നു. പക്ഷേ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ നിന്ന് എങ്ങനെയാണ് സൈഡിലത്തെ കടകളുടെ ബോർഡ് ട്രാൻസ്ലേറ്റർ ഇട്ട് വായിക്കുന്നത്? പൊട്ടന്മാരാണോ ഈ പറയുന്നത്? അങ്ങനെ ആ ഒരു ബസ് സ്റ്റാൻഡിനകത്തേക്ക് കയറിയിരിക്കുവാണ്. എൻ്റെ ഇവിടെ ഒന്നും ആരും കയറാനൊന്നും ഇല്ലേ? വളരെ കുറച്ച് ആൾക്കാർ വരുന്നുണ്ട്. അങ്ങനെ യസ്കൊത്ത എന്ന് പറഞ്ഞ സ്ഥലത്ത് ബസ് നിർത്തിയിരിക്കുവാണ്. ഒരു 10 മിനിറ്റ് ഹാൾട്ടിങ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഒരുപാട് വലിയ സ്റ്റാൻഡൊന്നും അല്ല, ചെറിയൊരു സ്റ്റാൻഡ്. ഒരുപാട് ആൾക്കാർ അകത്തേക്ക് കയറാനും ഇല്ലായിരുന്നു. ഞാൻ ഇറങ്ങി ഒരു കുപ്പി വെള്ളം വാങ്ങിയിട്ടുണ്ട്. വീണ്ടും ബസ്സിലേക്ക് കയറാം. അങ്ങനെ ഞാൻ തിരികെ വന്നപ്പോഴാ ഫ്രണ്ടിൽ കുറേ ചാക്കെല്ലാം ആയിട്ടുണ്ട്. 3-4 ചാക്കുകളെല്ലാം ഉണ്ട്, എൻ്റെ ബാഗ് കൂടാതെ. അങ്ങനെ വീണ്ടും നമ്മുടെ ബസ് സ്റ്റാൻഡിൽ നിന്നും പുറപ്പെടുവാണ്.
വേറൊരു പേരിൻ്റെ ഷോർട്ട് ഫോം ആണ് കേട്ടോ യെസ്കൊത്ത. യെസ്സിനൊരു എക്സ്പാൻഷൻ ഉണ്ട്. യെസ് മീൻസ് നോക്കട്ടെ, എസ്സിൻ്റെ എക്സ്പാൻഷൻ എന്താണെന്ന് ഇവിടെ എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ നോക്കാം. ഈ തെലുങ്കിൽ എഴുതിയിരിക്കുന്നുണ്ടോന്നും വായിക്കാനും പറ്റുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ, ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഇട്ട് വായിക്കാനൊന്നും പറ്റില്ല ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ നിന്നേ. റോഡ് സൈഡിലെ കടയിൽ എങ്ങനെ വായിക്കാനാ? ഇതാ കണ്ടില്ലേ മണ്ണിറക്കുന്നത്. ഒരു വെറൈറ്റി ടിപ്പറാണല്ലോ. എന്തായാലും ആ ഒരു കാഴ്ചയും കാണാൻ പറ്റി. എംസാൻഡൊന്നും അല്ല കേട്ടോ, ആറ്റുമണ്ണ് തന്നെയാണ്. ഇവിടെ എപ്പോഴും ആറ്റുമണ്ണ് വാരുന്നതിന് പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻ ഒന്നും ഇല്ലെന്നാണ് തോന്നുന്നത്. അങ്ങനെ മണ്ണിറക്കിയിട്ട് വണ്ടി പോയിരിക്കുവാണ്. അങ്ങനെ ഞാൻ വേർ ഈസ് മൈ ട്രെയിനിൽ റെയിൽവേ സ്റ്റേഷൻ്റെ പേര് നോക്കി. ശൃംഗവരപ്പു കൊട്ട. ശൃംഗവരപ്പു കോത്തയാണോ ശൃംഗവരപ്പു കൊട്ടയാണോ? അപ്പോഴങ്ങനത്തെ ഒരു സ്ഥലമാണ് ഇത്. ശൃംഗവരപ്പു, അതാണ് എസ്സിൻ്റെ എക്സ്പാൻഷൻ, ശൃംഗവരപ്പു. ശൃംഗവരപ്പു കൊട്ട വരെയും പ്രത്യേകിച്ച് മലനിരകളൊന്നുമില്ല കേട്ടോ. അതായത് ട്രെയിനിൽ പോയി കഴിഞ്ഞാൽ ആ ഒരു റെയിൽവേ സ്റ്റേഷൻ വരെയും പരന്ന പ്രദേശം തന്നെയാണ്. ഇതിന് ശേഷമായിരിക്കാം മലനിരകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതോ കണ്ടില്ലേ, അവിടെയായിട്ട് ദൂരെയായിട്ട് ട്രെയിൻ നിർത്തിയിട്ടിരിക്കുന്നത്. ശൃംഗവരപ്പു കോട്ട റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്ന ട്രെയിൻ ആയിരിക്കാം. പോയി എന്ത് കാണിക്കാൻ വേണ്ടി നോക്കുമ്പോഴും മരങ്ങൾ വന്ന് തടസ്സമാവും. നമുക്ക് മുന്നിലായിട്ട് ഒരു കാറ്റാടിക്കഴയെല്ലാം കയറ്റിയിട്ടൊരു ട്രക്ക് പോകുന്നുണ്ട്. അങ്ങനെ ഇതാ ഇവിടെ ആയിട്ടൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. ബോറ കേവ്സ് 29 കിലോമീറ്റർ, അറക്ക് വാലി 53 കിലോമീറ്റർ. ബോറ കേവ്സ് അരക്ക് വാലി എത്തുന്നതിന് മുന്നേ ആണോ? നോക്കട്ടെ, നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കാം. ബോറ കേവ്സ് പോകുന്ന വഴിക്കാണെങ്കിൽ അത് കണ്ടിട്ട് ബോറ കേവ്സ് കണ്ടതിന് ശേഷം അരക്ക് വാലിയിലേക്ക് പോകാറുന്നല്ലേ. എന്തു വേണം, എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. എന്തായാലും ബസ് മുന്നിലേക്ക് പോട്ടെ. ദൂരെയായിട്ട് കണ്ടില്ലേ വലിയ വലിയ മലനിരകൾ. ആ ഒരു മലയ്ക്ക് മുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതെവിടെയായിട്ട് നോക്കിയേ, കുറേ ആട്ടിൻകൂട്ടങ്ങൾ. കർഷകൻ മേയിച്ചുകൊണ്ട് പോവുകയാണ്. കൊള്ളാല്ലേ. ഞാൻ ഈ ഫ്രണ്ടിലത്തെ ഗ്ലാസ് ടിഷ്യൂ വെച്ചൊന്ന് ശ്രമിച്ച് നോക്കി, പക്ഷേ പോകുന്നില്ല കേട്ടോ. ഭയങ്കര കട്ടിക്കിരിക്കുവാണ് പൊടി, ഒരു രക്ഷയില്ല. ശരിക്കും ആ ഒരു യെസ്കൊത്ത എന്ന് പറഞ്ഞ സ്ഥലം കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ഒരു വന്യത തുടങ്ങിയത്. ഇതുവരെയും കടകളും കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു സ്ഥലമായിരുന്നു. പക്ഷേ ഇപ്പോഴും നോക്കേ, ശരിക്കും ഒരു വന്യത ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ശരിക്കും ബസ് കയറാൻ തുടങ്ങിയിട്ടുണ്ട്. ഹെയർപിൻ ബെൻഡുകളെല്ലാം തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സ്ഥലം കൊള്ളാലോ, കുറേ കടകളൊക്കെ ഉള്ളൊരു സ്ഥലം. എന്ന് വെച്ചാൽ ചെറിയ ചെറിയ സ്റ്റാളുകൾ. ഈ ബസ് സ്റ്റോപ്പിൽ നിന്നും കുറച്ച് ആൾക്കാർ ബസ്സിലേക്ക് കയറുന്നുണ്ട്. ശരിക്കും നമ്മൾ ഊട്ടിയിലൊക്കെ പോകുന്ന വഴിക്ക് കാണുന്നത് പോലത്തെ കൊച്ചു കൊച്ചു കടകൾ. ഇതാ കണ്ടില്ലേ, അവിടെ ആയിട്ടൊക്കെ നോക്കേ ആ ഒരു കടയുടെ നിർമ്മാണ രീതി. 2 മരത്തൂണുകളെല്ലാം വെച്ചിട്ട് ആസ്പെറ്റോസ് എല്ലാം ഇട്ടിട്ട്. എന്തായാലും കൊള്ളാം അല്ലേ. അതുപോലത്തെ കുറേ കടകൾ ഈ ഒരു സ്ഥലത്തുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു സ്ഥലം കൊള്ളാം. അതാ ഇവിടെ ആയിട്ട് നോക്കേ, പഴക്കൊലകളെല്ലാം തൂക്കിയിട്ടിരിക്കുന്നത്. ഇതിവിടെ ഒരു ചെക്ക് പോസ്റ്റൊക്കെ ഉണ്ട് കണ്ടോ. അങ്ങനെ നമ്മൾ ആ ചെക്ക് പോസ്റ്റിനകത്തേക്ക് കയറിയിരിക്കുവാണ്. വീണ്ടും കുറച്ചുകൂടെ മുന്നിലേക്ക് വന്നപ്പോൾ വീണ്ടും ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ കാറിന് എഴുതിയിരുന്ന റേറ്റ് 40 രൂപയായിരുന്നു കേട്ടോ. ആ ചെക്ക് പോസ്റ്റ് പെട്ടെന്നാണ് കണ്ടത്, അതുകൊണ്ട് വീഡിയോയിൽ അത് കാണിക്കാൻ പറ്റിയില്ല. ഫ്രണ്ടിലത്തെ കണ്ണാടി, അതായത് നടുക്ക് ഭാഗം ഇങ്ങനെ 2 ആയിട്ടുള്ള ബസ്സുകൾ കണ്ടിട്ട് ഒരുപാട് നാളായല്ലേ. നമ്മുടെ KSRTC എല്ലാം പണ്ട് ഇതുപോലെ ആയിരുന്നല്ലോ. അങ്ങനെ നമ്മൾ കുറച്ചും കൂടെ മുന്നിലേക്ക് പോയപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ പേരാണ് ശിവലിംഗപുരം. ശിവലിംഗപുരം എന്ന് പറഞ്ഞ സ്ഥലം നല്ലൊരു വനമാണ് കേട്ടോ. ഒരു സ്കൂളൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു സ്കൂളെല്ലാം കഴിഞ്ഞതിന് ശേഷം വേറെ കടകളോ ഒന്നുമില്ല. കയറ്റം കയറിക്കൊണ്ടിരിക്കുവാണ് ബസ്. 2 ഭാഗത്തും വനം. നല്ല കയറ്റമാണ് കേട്ടോ. വണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് മുകളിലേക്ക് കയറുന്നത്. എന്തായാലും നല്ലൊരു ഇരുട്ടുണ്ട് കേട്ടോ. 2 ഭാഗത്തും ഒരുപാട് മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്
നല്ലൊരു ഇരുട്ടത്തൂടെയാണ് ബസ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നല്ലൊരിട്ടെന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ചത് മനസ്സിലായല്ലോ. വനാന്തരീക്ഷത്തിലുള്ളൊരു ഇരുട്ട് ഒരു പ്രത്യേക ഫീലല്ലേ. റോഡായിട്ട് കണ്ടില്ലേ, വലിയ വലിയ മലനിരകളെല്ലാം കാണാൻ സാധിക്കുന്നുണ്ട്. ആ മലയ്ക്ക് മുകളിലേക്കാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നതും. ആന്ധ്രാപ്രദേശിലെ കഠിനമായ ചൂടിൽ നിന്നും ചെറിയൊരു ആശ്വാസം കിട്ടിത്തുടങ്ങി. കനത്ത ചൂടിൽ നിന്നും ചെറിയൊരു ആശ്വാസം കിട്ടിത്തുടങ്ങി. ചെറിയൊരു തണുത്ത കാറ്റൊക്കെ അടിച്ചു തുടങ്ങി. അവിടെ ആയിട്ട് കൃഷിയിടങ്ങളെല്ലാമാണ്. ഓപ്പോസിറ്റ് സൈഡായിട്ട് തട്ടുതട്ടായിട്ടുള്ള കൃഷിയിടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വലിയ വലിയ വളവുകളാണ്. റോഡിന് വീതി തീരെ കുറഞ്ഞിട്ടുണ്ട്. ഫ്രണ്ടിലായിട്ടൊരു ടിപ്പർ ലോറി പോകുന്നുണ്ട്. അതിനെ ഓവർടേക്ക് ചെയ്യുന്ന കാര്യം പാടായിരിക്കും. കാര്യം അതും ഈ ഒരു സ്പീഡിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇഴഞ്ഞിഴഞ്ഞാണ് പോകുന്നത്. നമ്മൾ ഓവർടേക്ക് ചെയ്തിട്ടും പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. നമുക്കും ഇതുപോലെയല്ലേ പോകാൻ സാധിക്കുള്ളൂ. അത് ഫുൾ ലോഡായിട്ട് പോവുകയാണ് കേട്ടോ. മെറ്റിലാണതിൽ. യെസ്, അതിനെ നമ്മൾ ഓവർടേക്ക് ചെയ്യുവാണ്. ഓവർടേക്ക് ചെയ്തു. വണ്ടി തട്ടിയ വണ്ടിയല്ല, മറിഞ്ഞ വണ്ടിയാണെന്ന് തോന്നാ കണ്ടതേ. മുകളിലത്തെ റോഡിൽ നിന്നങ്ങനെ മറിഞ്ഞു വീണതായിരിക്കാം. നമ്മൾ ഈ പോകുന്ന റോഡ് വളഞ്ഞ് മുകളിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണല്ലോ ഹിൽ സ്റ്റേഷനിൽ പോകുമ്പോൾ. അങ്ങനെ നമ്മൾ പോകുന്ന റൂട്ടെല്ലാം കണ്ടില്ലേ. മുകളിലേക്ക് പോകുന്തോറും ദൂരെയായിട്ട് വലിയ വലിയ മലനിരകളെല്ലാം കാണാം. താഴെയായിട്ട് കൊക്കയും. ഇതവിടെയായിട്ട് നോക്കേ, പാറകൾ, വലിയ പാറ. അങ്ങനെ നമ്മൾ ഒരു ടിപ്പർ ലോറിയെ ഓവർടേക്ക് ചെയ്യുവാണ്. അങ്ങനെ ഓരോരോ ഭാഗത്തോട്ട് ചെല്ലുമ്പോഴും നല്ല നല്ല വ്യൂ പോയിന്റുകൾ കാണാൻ സാധിക്കും കേട്ടോ. അത് ബസ്സിൻ്റെ 2 ഭാഗത്തിരുന്നാലും കാണാൻ പറ്റും. അതാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ ഗുണം. അങ്ങോട്ടേക്ക് തിരിയുമ്പോൾ അപ്പുറത്തുള്ളവർക്ക് നല്ല വ്യൂ കാണാം, ഇങ്ങോട്ടേക്ക് തിരിയുമ്പോൾ നമുക്കും നല്ല വ്യൂ കാണാം. അതുകൊണ്ട് ബസ്സിൻ്റെ 2 ഭാഗത്തിരുന്നാലും നല്ല വ്യൂ കണ്ട് യാത്ര ചെയ്യാം. ഇവിടെ ആയിട്ടൊരു സ്റ്റാള് വരാൻ പോവുകയാണ് കേട്ടോ. ഇവിടെ അതിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞ് കിടക്കുവാണ്. ബ്രെഡ് ഓംലേറ്റ് അതേപോലത്തെ കടയൊക്കെ ആയിരിക്കാം. എന്തായാലും ഈ ഒരു വ്യൂ ഒരു രക്ഷയുമില്ല. താഴെയായിട്ട് റെയിൽവേ ട്രാക്കും കാണാം. കണ്ടില്ലേ, റെയിൽവേ ടണൽ. സാധാരണ നമ്മൾ ഹിൽ സ്റ്റേഷനിലെല്ലാം പോകുമ്പോൾ കുരങ്ങന്മാരിയ്ക്കുമല്ലോ. അതാ കണ്ടില്ലേ, വരിയായിട്ട് കുരങ്ങന്മാരുണ്ട്. ഇതാ റോഡിന് കുറുകെയെല്ലാം വരുന്നത് കണ്ടില്ലേ. ഇനി ബസ്സിന് അപ്പുറത്തിരിക്കുന്നവർക്കാണ് നല്ല വ്യൂ. കുറച്ച് കഴിയുമ്പോൾ നമുക്കിപ്പുറത്ത് നല്ല വ്യൂ വരും. അങ്ങനെ മാറി മാറി വരും. ഇതാ നമ്മൾ കുറച്ചും കൂടെ മുന്നിലേക്ക് വരുമ്പോഴത്തേ ഇതൊരു വ്യൂ പോയിൻ്റാണ്. ദൂരെയായിട്ട് കണ്ടില്ലേ, അങ്ങ് ദൂരെയായിട്ടൊരു ഡാം പോലെ എല്ലാം ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു ലേക്ക് എല്ലാം കാണുന്നുണ്ട്. എവിടെ കണ്ടില്ലേ, അവിടെ ആയിട്ട് എവിടെയായിട്ട് നോക്കി, തട്ടായിട്ട് കൃഷിയിടങ്ങൾ. കൊള്ളാലോ, കണ്ടില്ലേ, തട്ടായിട്ട് കൃഷിയിടങ്ങൾ. അവിടെ കർഷകരെല്ലാം ജോലി ചെയ്യുവാണ്. എന്തായാലും ഈ ഒരു സ്ഥലം കൊള്ളാം. ഇവിടെയൊക്കെ ഒരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നെല്ലാണ്, നെല്ല്. അങ്ങനെ ആ ബസ് സ്റ്റോപ്പിൽ നിന്നും വീണ്ടും ബസ് മുന്നിലേക്ക് പോവുകയാണ്. നല്ലൊരു തണുത്ത കാറ്റ് ബസ്സിനുള്ളിലേക്ക് വീശുന്നുണ്ട്. ഇപ്പോഴാണ് ശരിക്കും ഒരു ഹിൽ സ്റ്റേഷൻ കയറിയതിൻ്റെ ആ ഒരു ഫീൽ കിട്ടി തുടങ്ങിയത്. ഒരു തണുപ്പ്, ആ ഒരു തണുപ്പ് കിട്ടി തുടങ്ങിയത് ഇപ്പോഴാണ്. എന്തായാലും ഈ ഒരു സ്ഥലം കൊള്ളാം. ഒരു വളവ് വളച്ച് ഒരു സ്ഥലത്ത് നിർത്തിയിരിക്കുവാണ്. ഒരു ബസ് സ്റ്റോപ്പാണ്. എന്താ എഴുതിയിരിക്കുന്നതെന്നൊരു പിടുത്തമില്ല. എന്തായാലും ഈ ഒരു സ്ഥലം കൊള്ളാം. മനോഹരമായിട്ടുള്ളൊരു ഗ്രാമം. ചെറിയ ഓടിട്ട വീടുകളെല്ലാം ഉണ്ട്, കണ്ടില്ലേ. കൂടുതലും ഓടിട്ട വീടുകളെല്ലാമാണ് ഇവിടെ എല്ലാമായിട്ടുണ്ട്. എന്തായാലും കൊള്ളാമല്ലേ ഈ ഒരു സ്ഥലം. ഇവിടെയായിട്ട് നോക്കേ, ഇതിനെന്തോ ഒരു പേര് പറയുമായിരുന്നു. അപ്പളം മുറുക്കൊക്കെ ഉണ്ട്. ചെറിയ സ്നാക്സൊക്കെ വാങ്ങാൻ പറ്റിയ കൊച്ചു കൊച്ചു കടകൾ. അങ്ങനെ ആ ബസ് സ്റ്റോപ്പിൽ നിന്നും ബസ് മുന്നിലേക്ക് പോവുകയാണ്. ഇവിടെ ആയിട്ട് ചെറിയൊരു അമ്പലമൊക്കെ ഉണ്ട്, കണ്ടില്ലേ. ഇതിവിടെ വേലി കെട്ടുക. ഇവിടെ എല്ലാം വേലിയാണ്, കണ്ടില്ലേ.
അങ്ങനെ നമ്മൾ ഇപ്പോൾ ഒരു കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്ഥലം അനന്തഗിരി എന്ന് പറഞ്ഞ സ്ഥലം കഴിഞ്ഞിട്ട് മരതഗുഡ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇവിടെ എക്കോ ടൂറിസത്തിൻ്റെ ഒരു ആർച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അനന്തഗിരി എന്ന് പറഞ്ഞ സ്ഥലത്ത് പെട്രോൾ പമ്പെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം കടകളും ഹോട്ടലൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു അനന്തഗിരി. അത് കഴിഞ്ഞ് കുറച്ചും കൂടെ മുന്നിലേക്ക് വന്നപ്പോഴാണ് മരതഗുഡ എന്ന് പറഞ്ഞ ഈ സ്ഥലം. ഇവിടെയാണ് ഇക്കോ ടൂറിസത്തിൻ്റെ ആ ഒരു ആർച്ചൊക്കെ വെച്ചിരുന്നത്. ബസ്സിന് അപ്പുറത്തെ സൈഡായിരുന്നു. ഇവിടെയായിട്ട് നോക്കേ, സ്റ്റാളുകൾ, വരാൻ പോകുന്ന സ്റ്റാളുകളായിരിക്കാം. എനിക്ക് തോന്നുന്നു സീസൺ സമയത്തൊക്കെ ഇവിടെയൊക്കെ ഒരുപാട് കച്ചവടങ്ങളൊക്കെ വരുമായിരിക്കാം. ഇപ്പോഴും മരതഗുഡയ്ക്ക് അടുത്തായിട്ട് കണ്ട ഒരു സ്ഥലമാണിത്. അങ്ങനെ ഞാൻ ഗൂഗിൾ മാപ്പിൽ ഇപ്പോൾ നോക്കി, ഇനി 17 കിലോമീറ്റർ കൂടെ ഉള്ളൂ അരക്കു വാലിയിലേക്ക്. ഇപ്പോൾ ചെറുതായിട്ട് കോടമഞ്ഞും ചാറ്റമഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നല്ലൊരു തണുത്ത അന്തരീക്ഷത്തിലേക്ക് വന്നിരിക്കുവാണ്. ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു, ഗലികൊണ്ട വ്യൂ പോയിന്റ്. ഗലികൊണ്ട വ്യൂ പോയിന്റിൽ കുറച്ച് കടകളൊക്കെ ഉണ്ട്. ചോളവും പിന്നെ ബ്രെഡ് ഓംലേറ്റും അതുപോലത്തെ കച്ചവടങ്ങളൊക്കെയുള്ള കടകളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും ബസ് മുന്നിലേക്ക് പോവുകയാണ്. റൈറ്റ് സൈഡിലേക്ക് താഴേക്ക് കാണാൻ വയ്യ കേട്ടോ, അവിടെ എല്ലാം കോടമഞ്ഞാണ്. ഇപ്പോൾ ഇവിടെയും ചെറുതായിട്ടൊരു കോടമഞ്ഞ് ഫീൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ പോകുന്ന റോഡിലും. ഇവിടെ ഓപ്പോസിറ്റ് സൈഡായിട്ട് ഒരു ഇന്നോവ വന്നിട്ടുണ്ട്. റോഡിന് കുറച്ച് വീതി കുറവാണ് കേട്ടോ. ഓപ്പോസിറ്റ് വണ്ടി വന്നു കഴിഞ്ഞാൽ പോകാൻ കുറച്ച് പാടുണ്ട്, പക്ഷെ ഒരുപാട് പാടൊന്നുമില്ല. സൈഡ് കൊടുത്ത് പോകാവുന്നതേ ഉള്ളൂ. അങ്ങനെ ഇന്നോവയ്ക്ക് സൈഡ് കൊടുത്തു, ഇന്നോവ പോയി. ഇതാ കണ്ടില്ലേ, പുറത്തായിട്ട് നോക്കുമ്പോൾ ഒരു ഇരുണ്ട ഒരു അന്തരീക്ഷമാണ്. ഇരുണ്ടതും ഒരു മങ്ങിയതുമായിട്ടുള്ള, അതായത് ഒരു എന്താ പറയുന്നത്, കോടമഞ്ഞിൻ്റെയൊക്കെ ഒരു അന്തരീക്ഷം ഉണ്ടല്ലോ, ആ ഒരു അന്തരീക്ഷമാണ്. അങ്ങനെ നമ്മൾ വീണ്ടും കുറച്ചും കൂടെ മുന്നിലേക്ക് വന്നപ്പോൾ ഇവിടെ ആയിട്ട് ചെറിയൊരു കോഫി ഷോപ്പും അങ്ങനത്തെ കടകളൊക്കെ ഉള്ളൊരു സ്ഥലം വന്നിരിക്കുവാണ്. ഇതാ കണ്ടില്ലേ, ഇവിടുത്തെ വനവിഭവങ്ങളാണെന്നാണ് തോന്നുന്നത്. അവിടെ ഒരു കടയിൽ തേയിലയൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, തേയില, മഞ്ഞപ്പൊടി, അങ്ങനത്തെ കച്ചവടങ്ങളൊക്കെ ചെയ്യുന്ന കടകൾ. അവിടെ ബസ് പെട്ടെന്ന് നിർത്തി, ഒരാളിറങ്ങി, വീണ്ടും ബസ് മുന്നിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ശരിക്കും ഒരു നല്ല ഒരു നനഞ്ഞ അന്തരീക്ഷത്തിലെത്തിയിരിക്കുവാണ്. മണ്ണിടിച്ചിലൊക്കെ ഉണ്ട് കേട്ടോ റോഡ്. ഇതാ നോക്കേ, നല്ല മനോഹരമായിട്ടുള്ളൊരു പള്ളിയല്ലേ, അത് കൊള്ളാം. അങ്ങോട്ടേക്ക് നമുക്ക് നോക്കട്ടെ, നാളെ പറ്റുമെങ്കിൽ അങ്ങോട്ടേക്ക് പോവാം. എന്തായാലും ആ ഒരു വ്യൂ കൊള്ളാമായിരുന്നു, ആ ഒരു പള്ളി നിന്ന സ്ഥലം. സിനിമാ ഷൂട്ടിങ്ങിനെല്ലാം പറ്റിയ സ്ഥലം. സിനിമാ ഷൂട്ടിങ് മാത്രമല്ല, ഫോട്ടോഷൂട്ടിനെല്ലാം നല്ലതല്ലേ. ഇവിടെ കുറച്ച് ക്വാർട്ടേഴ്സൊക്കെ ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ. പ്രൈമറി ഹെൽത്ത് സെൻ്ററൊക്കെ ഉണ്ട്. സ്ഥലത്തിൻ്റെ പേര് നോക്കട്ടെ, ഇവിടെ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. കുറച്ച് 2 പേര് ബസ്സിനകത്തേക്ക് കയറുവാണ്. പെട്ടെന്ന് സ്ഥലത്തിൻ്റെ പേരൊന്നും വായിക്കാൻ പറ്റിയില്ല. എന്തായാലും ആ പള്ളി നിന്ന സ്ഥലത്ത് ഒരു പ്രൈമറി ഹെൽത്ത് സെൻ്ററും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട്. ചാറ്റൽ മഴ നനഞ്ഞപ്പോൾ നോക്കേ, കണ്ണാടി ഒന്നും കാണാൻ വയ്യ. ഞാൻ ടിഷ്യൂ പേപ്പർ ഇട്ട് ഒന്ന് തുടയ്ക്കാൻ നോക്കിയായിരുന്നു, പക്ഷേ രക്ഷയില്ല. ഭയങ്കരമായിട്ട് കട്ടിക്കിരിക്കുവാണ് പൊടിയെ. ഇവിടെ കേട്ട് കണ്ടില്ലേ, ഓരോരോ ചെറിയ ചെറിയ സ്റ്റാളുകൾ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു ആ കെട്ടിയിട്ടിരിക്കുന്നത്. കുറച്ച് കടകളൊക്കെ ഉള്ളൊരു സ്ഥലത്തേക്ക് ബസ് വന്നിരിക്കുവാണ്. റെയിൻകോട്ടൊക്കെ ഇട്ടിരിക്കുന്നത് കണ്ടില്ലേ. ഇതാ ഒരു മെഡിക്കൽ ഷോപ്പാണ്, നോക്കേ, ചെറിയൊരു മെഡിക്കൽ ഷോപ്പ്. അവിടെ താഴെയായിട്ട് നോക്കേ, നല്ല അടിപൊളി വ്യൂ പോയിന്റ് കേട്ടോ. നോക്കേ, ഒരു രക്ഷയില്ല. നോക്കേ, ഒരുപാട് ദൂരെയായിട്ട് കൃഷിപ്പാടങ്ങൾ താഴെയായിട്ട് ഇങ്ങനെ കാണാം. മരങ്ങളിങ്ങനെ ഫ്രണ്ടിൽ നിൽക്കുന്നത് കൊണ്ട് നല്ലതുപോലെ ആ ഒരു വ്യൂ കിട്ടുന്നില്ല. നമുക്ക് നോക്കാം എവിടെയെങ്കിലും നല്ലൊരു വ്യൂ കിട്ടുന്നുണ്ടോ എന്ന്. ഇതാ കണ്ടില്ലേ, അടിപൊളിയല്ലേ. കോടമഞ്ഞിൻ്റെ ആ ഒരു എന്താ പറയുന്നത്, നല്ല ഭംഗിയുണ്ട്, അത്ര തന്നെ. ബല്ലുഗുഡ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. അരക്കു വാലിയിലേക്ക് ഇനി 8 കിലോമീറ്ററേ ഉള്ളൂ. നോക്കേ, റോഡ് അടിപൊളിയല്ലേ. അപ്പോൾ ഈ കാണുന്നത് നല്ലൊരു വ്യൂ ആണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ, ഒരു രക്ഷയില്ല. നോക്കേ, നമ്മൾ ഈ ഫ്രെയിമൊക്കെ മേടിക്കുമല്ലോ, ഫോട്ടോ ഫ്രെയിം, അതേപോലെയൊക്കെ തോന്നുന്നുണ്ട് കാണുമ്പോൾ. അങ്ങനെ നമ്മൾ കുറച്ചും കൂടെ മുന്നിലേക്ക് വന്നപ്പോൾ വീണ്ടും ഒരു വ്യൂ കാണാൻ പറ്റുമെന്നാണ് തോന്നുന്നത്.
ഇതാ കണ്ടില്ലേ? അങ്ങനെ നമ്മൾ റെയിൽവേ ട്രാക്കിനടുത്ത് എത്തി കേട്ടോ. ഈ കാണുന്നത് റെയിൽവേ ട്രാക്കാണ്. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്ത് എവിടെയോ എത്തിയിട്ടുണ്ട്. അరకు വാലി ഇനി ഇവിടെ നിന്നും 4 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ റെയിൽവേ സ്റ്റേഷനും ആ ദൂരം തന്നെ ആയിരിക്കാം. നമുക്ക് സമാന്തരമായി ട്രാക്ക് വന്നിരിക്കുവാണ്. ഇതാ കണ്ടില്ലേ? അరకు വാലിയിലേക്ക് കയറിയിരിക്കുവാണ് കേട്ടോ. ഇവിടെ ആയിട്ട് ഒരു സ്കൂളൊക്കെ ഞാൻ കണ്ടായിരുന്നു. അరకు വാലി എന്ന് പറഞ്ഞിട്ട് ബോർഡൊക്കെ വെച്ചിട്ട് ഒരു സ്കൂളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞു ഇവിടെയൊക്കെ ആയിട്ട് റിസോർട്ടുകളും ലോഡ്ജുകളും എല്ലാം കാണാം. അరకు വാലി ജംഗ്ഷനിലേക്ക് ബസ് ഉടനെ തന്നെ എത്തും. ഇവിടെയൊക്കെ ചെറുതായിട്ട് ചാറ്റമഴ പെയ്തു കേട്ടോ. റോഡൊക്കെ നനഞ്ഞു കിടക്കുന്നത് കണ്ടില്ലേ? ഇതാ കണ്ടില്ലേ? ഈ കാണുന്നത് ഒരു സ്കൂളാണ്. ബസ്സിൽ വിസിലടിച്ചു, ബസ് നിർത്തിയിരിക്കുവാണ്. AC നോൺ AC റൂം അവൈലബിൾ എന്ന് പറഞ്ഞ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഇതെവിടെയായിട്ടൊരു പെട്രോൾ പമ്പെല്ലാം ഉണ്ട് കണ്ടില്ലേ? അങ്ങനെ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ റോഡ് നല്ല വീതിയുള്ള റോഡായി. ഇതാ കണ്ടില്ലേ? 2 ഭാഗത്തായിട്ടും 2 വരി പാത വീതമുണ്ട്. എന്തായാലും ഈ സ്ഥലം കൊള്ളാം. എവിടെയാണ് ബസ് അവസാനമായിട്ട് നിർത്തുന്നതെന്ന് നോക്കാം. ഇവിടെയും ഉണ്ട് ഒരു പെട്രോൾ പമ്പ്. അరకు വാലി ടൗണിലേക്ക് ബസ് കയറുവാണ് കേട്ടോ. ഈ കാണുന്നതാണ് അరకు വാലി ടൗൺ. കുറേ കടകളൊക്കെ കാണുന്നുണ്ട്. ഇതാ കണ്ടില്ലേ? എവിടെ എല്ലാമായിട്ട് ഹോട്ടലുകളും റൂമുകളും എല്ലാം ഉള്ളൊരു സ്ഥലം വന്നിരിക്കുവാണ്. നമ്മൾ ഊട്ടി, വാഗമൺ, മൂന്നാർ അവിടെ എല്ലാം കാണുന്നത് പോലത്തെ കച്ചവടങ്ങളൊക്കെയാണ്. പക്ഷേ ഊട്ടിയിലെയും മൂന്നാറിലെയും അത്ര തണുപ്പൊന്നുമില്ല. എന്നാലും അന്തരീക്ഷം കൊള്ളാം. ബസ് സ്റ്റാൻഡിലേക്ക് പോവുകയാണെന്ന് തോന്നുന്നു. ഒരു വഴിയിലേക്ക് ബസ് വളഞ്ഞ് കയറുന്നുണ്ട്. മഴ ചാറുന്നുണ്ട് കേട്ടോ. ചാറ്റൽ മഴ പെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ബസ് ഇവിടം വരെ ഉള്ളെന്ന് പറഞ്ഞു. आपका नाम? ബുജി. ബുജി എന്നാണ് ചേട്ടൻ്റെ പേര്. അങ്ങനെ നമ്മുടെ ബസ്സിൽ നിന്നും എല്ലാവരും ഇറങ്ങുവാണ്. ബസ് സ്റ്റാൻഡിലേക്ക് കയറുവാണെന്ന് തോന്നുന്നു. എന്തായാലും ഞാനിവിടെ ഇറങ്ങാം. അവിടെ ഇരി. അങ്ങനെ ബസ്സിൽ നിന്നും എല്ലാവരും ഇറങ്ങിയിരിക്കുവാണ്. ബസ് കാലിയായി. അങ്ങനെ ബസ് നമ്മളെ ഇറക്കിയിട്ട് സ്റ്റാൻഡിലേക്ക് പോവുകയാണ്. ഇതാ കണ്ടില്ലേ? എനിക്ക് മുന്നിലിരുന്ന ചാക്കുകളൊക്കെയാണത്. അങ്ങനെ ഞാൻ 115 കിലോമീറ്റർ യാത്ര ചെയ്ത് വന്നതിന് ശേഷം അరకు വാലി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിരിക്കുവാണ്. ഇപ്പോൾ സമയം 2:15 നമ്മൾ യാത്ര തുടങ്ങിയത് രാവിലെ 10:10 ഏകദേശം 10:10, 11:10, 12:10, 1:10, 2:10 4 മണിക്കൂറത്തെ യാത്രയുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴെന്തായാലും 115 കിലോമീറ്ററേ ഉള്ളെങ്കിലും വളവുകളും തിരിവുകളും കയറ്റവും എല്ലാം ആയതുകൊണ്ട് ഒരുപാട് സമയമെടുക്കും. അപ്പോൾ അത്രയും ദൂരം നമ്മൾ യാത്ര ചെയ്തിട്ട് ഈ ഒരു അరకు വാലി എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് നിൽക്കുവാണ്. വിശക്കുന്നുണ്ട്, എന്തെങ്കിലും കഴിക്കണം. നോക്കട്ടെ, എന്തെങ്കിലും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഏതെങ്കിലും ലോഡ്ജ് ഉണ്ടോ എന്ന് നോക്കണം. അവിടെ പോയി നമുക്ക് റൂം എടുത്ത് സ്റ്റേ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. റൂം ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിൽ കിട്ടുവാണോ നമുക്ക് നോക്കാം. എന്നിട്ട് ബാക്കി കാര്യം നമുക്ക് പ്ലാൻ ചെയ്യാം. അങ്ങനെ ഞാൻ ബസ് വന്നിറങ്ങിയതിന് ശേഷം ഇവിടെ ഒരിടത്ത് റൂം എടുത്തു കേട്ടോ. 800 രൂപയായിരുന്നു റൂമിന്. നല്ല നീറ്റായിട്ടുള്ള റൂമാണ്, പുതിയ റൂമാണ്. പുതിയ മെത്തയും കാര്യങ്ങളും എല്ലാം കൊണ്ട് വെച്ചിട്ടുണ്ട് വേറെ റൂമിന് വേണ്ടിയിട്ടുള്ളത്. പിന്നെ TV ഉണ്ട്, വൈഫൈ ഉണ്ട്, അങ്ങനെ എല്ലാം കൊണ്ടും നല്ലൊരു റൂമായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് നടന്നായിരുന്നു ഇറങ്ങിയിട്ട്, ബസ് ഇറങ്ങിയിട്ട് ഈ റൂമിന് വേണ്ടിയിട്ട് കുറച്ചൊന്ന് അലഞ്ഞായിരുന്നു. ഒരുപാടൊന്നും അലഞ്ഞില്ല, ഒരു 3-4 സ്ഥലത്ത് കയറി. അവസാനം ഒരു റൂം ഫിക്സ് ആയിരിക്കുകയാണ്. അങ്ങനെ റൂം എടുക്കുന്നതിന് മുന്നേ ഒരു ബിരിയാണി എല്ലാം കഴിച്ചായിരുന്നു. ഒരു ചിക്കൻ ബിരിയാണി. 150 രൂപയാണ് ബിരിയാണിയുടെ വില. കുഴപ്പമില്ല, അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ബിരിയാണി എല്ലാം കഴിച്ചതിന് ശേഷം റൂമിൽ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. യാത്രയെല്ലാം കഴിഞ്ഞ് വന്ന് കുറച്ച് നേരം റൂമിൽ ഫോണൊക്കെ നോക്കിക്കൊണ്ടിരുന്നു. ഫോണൊക്കെ ഒന്ന് ചാർജ് ചെയ്യാനിട്ടു. എന്നിട്ട് പുറത്തേക്കൊന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ഈ വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഞാൻ വിചാരിച്ചു വൈകുന്നേരം ഒന്ന് വെറുതെ ഒന്ന് പുറത്തേക്കൊന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോഴെന്തായാലും ഞാൻ ആ ഒരു അరకు വാലി ആ ഒരു ടൗണിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുവാണ്. കുറേ കടകളൊക്കെ ഉള്ളൊരു ഏരിയയാണ്. ചെറുതായിട്ട് ചാറ്റൽ മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം കടകളും എല്ലാം ഉള്ളൊരു സ്ഥലമാണ് അరకు വാലി. അరకు വാലി മെയിൻ റോഡ്, അവിടെ കടയിൽ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടില്ലേ? മെയിൻ റോഡ് അరకు വാലി. അങ്ങനെ എന്തായാലും നമുക്ക് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തേക്കൊക്കെ ഒന്ന് പോയിട്ട് വരാം. ഇവിടെ അടുത്താണ് ബസ് സ്റ്റാൻഡ്. എവിടെയായിട്ട് പഴങ്ങൾ തൂക്കിയിട്ടിരിക്കുന്നത് കണ്ടില്ലേ?
കൊലയിലല്ല, പടലയായിട്ടാണ് വെച്ചിരിക്കുന്നത്. ബാംഗ്ലൂരെല്ലാം കാണുന്ന ബാംഗ്ലൂർ റോബസ്റ്റ അതാണ് കൂടുതലായിട്ടും വെച്ചിരിക്കുന്നത്. വേറെ പഴങ്ങളും ഉണ്ടായിരുന്നു, ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്ന വഴിക്ക് കണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാ കടകളിലും ബാംഗ്ലൂർ റോബസ്റ്റ ഉണ്ട്. ഇതാ കണ്ടില്ലേ തൂങ്ങി കിടക്കുന്നത്. ചിക്കനും മട്ടനും എല്ലാം ഡ്രസ്സ് ചെയ്ത് തൂക്കിയിട്ടിരിക്കുവാണ്. ഇതാ കണ്ടില്ലേ ഇവിടെ ആയിട്ടൊരു മെഡിക്കൽ ഷോപ്പുണ്ട്. നിങ്ങൾ ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മെഡിക്കൽ ഷോപ്പും ഉണ്ട്. ഇതാ കണ്ടില്ലേ ഇവിടെ എല്ലാം ചിക്കനും മട്ടനും എല്ലാം തൂക്കിയിട്ടിരിക്കുവാണ്. നാടൻ കോഴിയാണെന്ന് തോന്നല്ലോ, മഞ്ഞ കളർ. എവിടെയായിട്ട് കണ്ടില്ലേ ഒരു കുല നിറയെ പഴുത്ത പഴങ്ങൾ ഇതെവിടെ എല്ലാമായിട്ട് വെച്ചിട്ടുണ്ട്. പഴങ്ങൾക്ക് ഒരുപാട് സെയിലാണെന്ന് തോന്നല്ലോ. ഈ വഴി അങ്ങോട്ടേക്ക് പോകുന്നതാണ് ബസ് സ്റ്റാൻഡ്. ജസ്റ്റ് ഒന്ന് അവിടം വരെ നടന്നിട്ട് വരാം. പിന്നെ വേറൊരു കാര്യം പറയാം, അത് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി പറയുവാണ്. ഇവിടെ വന്നിട്ട് ഞാൻ റൂമിൽ ടാപ്പ് തുറന്നപ്പോൾ വലിയ തണുപ്പില്ല, ഒരുവിധം തണുത്ത വെള്ളമാണ് കേട്ടോ വരുന്നത്. സാധാരണ നമ്മൾ ഊട്ടി, മൂന്നാർ അവിടെയൊക്കെ ചെല്ലുമ്പോൾ ഭയങ്കരമായിട്ട് തണുത്ത വെള്ളം വരും ടാപ്പ് തുറക്കുമ്പോഴേ. അത്രയും തണുപ്പൊന്നും ഇവിടെ ഇല്ല. കാര്യം 900 മീറ്ററാണ് സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം. മൂന്നാർ ആകുമ്പോൾ 1600 മീറ്ററാണ്. ഊട്ടി ആകുമ്പോൾ ഏകദേശം ഒരു 2000 സംതിങ് ഉണ്ട് കേട്ടോ. ഇത് ഒരുപാട് ഉയർന്ന സ്ഥലമല്ല, നമ്മുടെ പൊന്മുടി ആ ഒരു റേഞ്ചാണ്. പൊന്മുടി 900 മീറ്ററാണ്, 900 മീറ്റർ സംതിങ് ആണ്. ഇതും 900 മീറ്ററാണ്. നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടാൻ വേണ്ടി പറഞ്ഞതാണ്. നമ്മൾ റൂമിൽ ചെരുപ്പില്ലാതെയൊക്കെ നടക്കുമ്പോൾ, ടൈലിൽ നടക്കുമ്പോൾ ഭയങ്കരമായിട്ട് തണുക്കും ഊട്ടി മൂന്നാറിലൊക്കെ വെച്ചിട്ടേ. പക്ഷേ ഇവിടെ നോക്കുമ്പോൾ അങ്ങനത്തെ വിഷയമൊന്നുമില്ല കേട്ടോ. നമുക്ക് സ്വെറ്ററോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതേവരെ ആവശ്യം വന്നിട്ടില്ല. ഇനി സീസൺ സമയത്ത് ചിലപ്പോൾ ആവശ്യം വരുമായിരിക്കും. കാര്യം ഡിസംബർ സമയത്തൊക്കെ ഭയങ്കര തണുപ്പായിരിക്കും. അല്ലാതെ ഇപ്പം നമ്മൾ സീസൺ അല്ലാത്തപ്പോഴും തന്നെ ഊട്ടി, മൂന്നാർ, കൊടൈക്കനാൽ അവിടെയൊക്കെ പോകുമ്പോൾ നല്ല തണുപ്പല്ലേ. പക്ഷെ അത്രയും തണുപ്പ് ഇവിടെ ഫീൽ ചെയ്യുന്നില്ലെന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നടന്ന് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് വന്നിരിക്കുവാണ്. വാട്ട് എ ബസ് സ്റ്റാൻഡ്. ഇതാ നോക്കേ, ഇവിടെ ആയിട്ടൊരു ടാറ്റയുടെ വണ്ടിയും കിടപ്പുണ്ട്, അവിടെ ആയിട്ട് ഒരു ലൈലൻഡും കിടപ്പുണ്ട്. എന്തായാലും നല്ല മനോഹരമായിട്ടുള്ളൊരു ബസ് സ്റ്റാൻഡാണ്. മനോഹരമായിട്ടെന്ന് പറയുമ്പം ആ ഒരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു പോകുന്നതാട്ടോ. നിങ്ങൾ വിചാരിക്കും ഇതെന്തോന്ന് മനോഹാരിത, അങ്ങനെ ചിന്തിക്കണ്ട. ഇവിടുത്തെ ഈ ഒരു ക്ലൈമറ്റും എല്ലാം കൊണ്ടും നമ്മൾ സ്ഥിരമായിട്ട് കാണാത്ത ബസ്സൊക്കെ അല്ലേ ഈ ടൈപ്പ് പെയിൻറ്റിംഗ് ഉള്ള ബസ്സുകൾ. അതും പിന്നെ ഈ ബാക്കിലായിട്ട് വലിയ വലിയ മലനിരകളും എല്ലാം കൂടെ കാണുമ്പോൾ ഒരു മനോഹാരിത തോന്നും. ഈ തണുപ്പും കാര്യങ്ങളും ഒന്നും വീഡിയോയിൽ കൂടെ മനസ്സിലാവില്ലല്ലോ, അത് നേരിട്ട് ഇവിടെ വരുമ്പോഴല്ലേ മനസ്സിലാവുള്ളൂ. പരിചയമില്ലാത്ത ഭാഷ അതെല്ലാം എഴുതി വെച്ചിരിക്കുന്നത് ഒരു വ്യത്യസ്തമാണ്. അങ്ങനെ നമ്മൾ ബസ് സ്റ്റാൻഡ് വന്ന് കണ്ടു. ഇനി നമുക്ക് തിരികെ നടക്കാം. ഇവിടം വരെ വരണമെന്നുണ്ടായിരുന്നു, വന്നു. ഇനി തിരിച്ചു പോകാമെന്ന് വെച്ചാൽ വേറെ എങ്ങോട്ടേലും നടന്നിട്ട് വരാം. ഇപ്പോൾ സമയം വൈകുന്നേരം 5:40 ആവുന്നുണ്ട്. നമുക്കൊരു ഇരുട്ട് വീഴുന്നത് വരെ ഒന്ന് കറങ്ങാം. ഇരുട്ട് വീഴുന്നതെന്ന് വെച്ചാൽ നോക്കട്ടെ, എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കാം. റെയിൽവേ സ്റ്റേഷൻ ഇവിടെ എവിടെയാണെന്ന് നോക്കാം. അങ്ങനെ ഞാൻ ബസ് സ്റ്റാൻഡിൽ പോയിട്ട് തിരികെ നടന്ന് വന്നപ്പോഴത് എവിടെയായിട്ട് കണ്ടില്ലേ ഒരു പള്ളി, ഒരു മുസ്ലിം പള്ളി കാണാം. ഞാൻ ഇതുവഴി കൂടെയാണ് അങ്ങോട്ടേക്ക് പോയത്, പക്ഷേ അങ്ങോട്ടേക്ക് പോയപ്പോഴും ശ്രദ്ധിച്ചില്ല. അങ്ങനെ തിരികെ നടന്ന് വന്നപ്പോഴാണ് കണ്ടത്. ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് ഇവിടെ ആയിട്ടൊരു വലിയൊരു കോംപ്ലക്സ് ഉണ്ട്. അവിടെ കുറേ കടകളുണ്ട് കേട്ടോ. അതിനകത്തൊരു മെഡിക്കൽ ഷോപ്പുണ്ട്. ഇതാ കണ്ടില്ലേ ഇവിടെ ഒരു മെഡിക്കൽ ഷോപ്പുണ്ട്. പിന്നെ ബിരിയാണി കടയെല്ലാം ഉണ്ട്. ഇവിടുത്തെ ദമ്മിൻ്റെ രീതി വേറെയാണ് കേട്ടോ, വേറൊരു ടൈപ്പ് ദമ്മാണ്. ഞാൻ കാണിച്ചു തരാം. ഇതോ കണ്ടില്ലേ, ഇങ്ങനെയാണ് ദമ്മ്. നമ്മുടെ സാധാ ദമ്മല്ല. ഇതെവിടെയായിട്ട് ഹോട്ട് ചിപ്സൊക്കെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആയിട്ടൊരു ട്രൈബൽ മ്യൂസിയം ഉണ്ട്, ട്രൈബൽ മ്യൂസിയം അരക്കു. അവിടെ റേറ്റൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അഡൾട്ടിന് 60 രൂപ, ചൈൽഡിന് 30 രൂപ. മ്യൂസിയം കാണാനൊരു മൂഡില്ല, നമുക്ക് ഇതുവഴിയിലൂടെയൊക്കെ ഒന്ന് നടക്കാം. ഇതെവിടെ കാഷ്യൂ നട്ട്. ഹൗ മച്ച് റുപ്പീസ്? കൊള്ളാം കേട്ടോ. ഇതാണ് തോടോട് കൂടിയുള്ളത്. അങ്ങനത്തെ 2 വെറൈറ്റി ഉണ്ട്. യുവർ നെയിം? നെയിം ഹേമാചലം എന്നാണ് ചേട്ടൻ്റെ പേര്. അവർ പറയുന്ന പ്രൊനൗൺസിയേഷനിൽ നമ്മൾ മനസ്സിലാക്കുന്നത് 2 ആയിരിക്കും. താങ്ക്സ് ചേട്ടാ. ഇതാ കണ്ടില്ലേ ഇവിടെ എല്ലാം ഉണ്ട് വരിയായിട്ട് അണ്ടിപ്പരിപ്പിൻ്റെ കച്ചവടങ്ങൾ. ഇവിടെ ആയിട്ട് നല്ലൊരു ക്രിയേറ്റിവിറ്റി കണ്ടു. കുറേ പ്ലാസ്റ്റിക് കുപ്പികൾ വെച്ചിട്ട് ഒരു ഡിനോസറിനെ ചെയ്തിരിക്കുകയാണ്. കൊള്ളാം അല്ലേ? ഇവിടെ ആയിട്ട് ഇഷ്ടംപോലെ മെഡിക്കൽ ഷോപ്പ് ഉണ്ട് കേട്ടോ. അതാ കണ്ടില്ലേ ഈ ഒരു കോംപ്ലക്സിൽ തന്നെ ഒരു 3 മെഡിക്കൽ ഷോപ്പുണ്ട്. മെഡിക്കൽ ഷോപ്പിന് ഒരു പഞ്ഞമില്ല കേട്ടോ. ഇവിടെ ആയിട്ട് കണ്ടില്ലേ അപ്പോളോ ഫാർമസിയുടെ വേറെ മെഡിക്കൽ ഷോപ്പുണ്ട്. പിന്നെന്തോ വേണം, ഇവിടെ വരുന്നവർക്ക് വേറെ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ അങ്ങനെ വരുവാണെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. ഹോസ്പിറ്റലും കാണുമായിരിക്കും ഈ പരിസരത്ത് എവിടെയെങ്കിലുമേ.
അങ്ങോട്ടേക്ക് ഞാൻ പോയില്ല, കാണും, എന്തായാലും കാണാതിരിക്കില്ല. ഇവിടെയായിട്ട് വരിയായിട്ട് തണുപ്പിനെ അതിജീവിക്കുന്ന ടൈപ്പ് കച്ചവടങ്ങളൊക്കെയാണ്. തണുപ്പിനെ അതിജീവിക്കുന്ന ടൈപ്പ് ക്ലോത്തുകളുടെ കച്ചവടം. സ്വെറ്ററും അങ്ങനത്തെ പല പല ഐറ്റംസ് ഉണ്ട്. പിള്ളേർക്കൊക്കെ ഇടുന്ന ടൈപ്പ് ചെറിയ ചെറിയ ക്ലോത്തുകൾ. ഹൗ മച്ച് റുപ്പീസ്? 100 റുപ്പീസ്. 100 രൂപയുള്ളൂ കേട്ടോ. എല്ലാം 100 രൂപയുള്ളൂ. ഞാനിപ്പോൾ ചോദിക്കുമ്പോൾ നമ്മുടെ മാതൃഭാഷ ഇടയിൽ കയറി വരും കേട്ടോ. നിങ്ങൾ ഒന്നും വിചാരിക്കരുത്. ഇതൊക്കെ എത്രയാണെന്ന് ചോദിച്ചാലേ നമുക്ക് ശീലം. പെട്ടെന്ന് അത് ചോദിക്കുമ്പോഴാണ് ഓർക്കുന്നത്, ഇവർക്കത് ഭാഷ മനസ്സിലാവില്ലല്ലോ. അപ്പോഴാണ് മാറ്റി ചിന്തിക്കുന്നത്. ഹൗ മച്ച് റുപ്പീസ്, കിത്തന റുപ്പയെ. ഇങ്ങനെ വരിയായിട്ടുണ്ട് കേട്ടോ. ഒരുപാട് പല പല വെറൈറ്റി കമ്പിളികളും നല്ല കളർഫുള്ളായിട്ടുള്ള കമ്പിളികൾ. ഞാൻ വീഡിയോ എടുത്ത് വന്നപ്പോഴത്തേക്ക് ആ പുള്ളിയും കൂടെ എടുക്കാൻ വേണ്ടി. ഹൗ മച്ച് റുപ്പീസ് ബായ്? ഇത് കമ്പിളി 800 റുപ്പീസ്. 800 രൂപയുള്ളൂ കേട്ടോ. ഡബിൾ ബെഡിന് വേണ്ടിയിട്ടുള്ള കമ്പിളിയാണ്. 800 രൂപയുള്ളൂ. നല്ല വലിപ്പമുണ്ട്, നല്ല സ്പോഞ്ചായിട്ടുണ്ട്, പിടിക്കുമ്പോഴേ കൊള്ളാം. 800 രൂപയ്ക്ക് ലാഭമാണ് കേട്ടോ. ഇവിടെയായിട്ട് ഒരു വണ്ടിയുടെ പിക്കപ്പിനകത്ത് ചെയ്തിരിക്കുന്ന പെയിൻറ്റിങ് കണ്ടില്ലേ, അത് കൊള്ളാം അല്ലേ? കുറേ കളറുകൾ. ഇങ്ങോട്ടേക്ക് വരുന്ന വഴിക്ക് ഇതേപോലെ ലോറിയിലെല്ലാം ഭയങ്കരമായിട്ട് പെയിൻറ്റിങ് ആയിരുന്നു കേട്ടോ. നല്ല ലുക്കാണ് അതേപോലെയുള്ള ലോറികളെല്ലാം കാണാൻ. ഇവിടെയായിട്ട് നോക്കേ, ഈ ഒരു ആർച്ച്, ഇതിനൊരു പ്രത്യേകതയുണ്ട്. എന്ന് വെച്ചാൽ സാധാരണ ഇതേപോലത്തെ അമ്പലങ്ങളുടെ ആർച്ച് പെയിൻറ്റ് ചെയ്യുമ്പോൾ ഗ്ലോസി ഫിനിഷാണ്. എന്ന് വെച്ചാൽ നല്ല തിളങ്ങി നിൽക്കും, ഭയങ്കരമായിട്ട് തിളക്കമായിരിക്കും. പക്ഷേ ഇത് ഒരു മാറ്റ് ഫിനിഷാണ്, കണ്ടില്ലേ? തിളക്കമില്ലാത്ത കളർ. അത് കൊള്ളാമല്ലേ? ഇതെന്താ, ഷെയർ ഓട്ടോയോ? ഷെയർ ഓട്ടോ ആണല്ലോ. എങ്ങോട്ടോ പോവുകയാണല്ലോ അത്. ഇവിടെയായിട്ട് ബോർഡ് വെച്ചിട്ടുണ്ട്, വെൽക്കം ടു ഫോറസ്റ്റ് കോംപ്ലക്സ്. ഇതിനകത്തേക്ക് ഫോറസ്റ്റ് കോംപ്ലക്സ് ആണ്, ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേ. ഇതിനകത്തേക്കാണ് കേട്ടോ. ഇവിടെ ബൈക്കിലൊക്കെ വരുന്നവർക്ക് ബൈക്ക് വർക്ക്ഷോപ്പും ഉണ്ട്. ഇതാ കണ്ടില്ലേ, കോണ്ടാക്ട് നമ്പർ ഇവിടെ ഉണ്ട്. ഇവിടെ വെച്ച് വണ്ടിക്ക് എന്തെങ്കിലും പണി കിട്ടിക്കഴിഞ്ഞാൽ വിളിച്ചോ. പിന്നെ ഇവിടുത്തെ ഒരു ഫേമസ് ഐറ്റമാണ് കേട്ടോ, ബാംബു ചിക്കൻ. 1 kg 600 രൂപ, അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ ഇതിൻ്റെ റീലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. നോക്കട്ടെ, പറ്റുമെങ്കിൽ നമുക്ക് നാളെ ഇതൊന്ന് വാങ്ങി ട്രൈ ചെയ്യാം. 1 കിലോ ഒന്നും വാങ്ങണ്ട, ടേസ്റ്റ് ചെയ്യാം വാങ്ങി. ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ. ഇതാ കണ്ടില്ലേ, ബാംബു ചിക്കൻ്റെ ബോർഡുകൾ ഇവിടെ എല്ലാം വെച്ചിട്ടുണ്ട്. ഇത് അവിടെയായിട്ട് അതിൻ്റെ പ്രിപ്പറേഷൻ നടക്കുന്നുണ്ട്. ഈ കടയെല്ലാം ബാംബു ചിക്കൻ്റെ ആണ്. വരിയായിട്ട് കടകൾ, ബാംബു ചിക്കൻ്റെ കടകളുണ്ട്. ഇത് അവിടെയും ബാംബു ചിക്കൻ്റെ പ്രിപ്പറേഷൻസ് നടന്നുകൊണ്ടിരിക്കുവാണ്. ഞാനിപ്പോൾ എന്തായാലും വാങ്ങുന്നില്ല, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എന്തോ അവിടെയൊക്കെ കണ്ടില്ലേ, മുളയെല്ലാം മുറിച്ചിട്ടിരിക്കുന്നത്. ബാംബു ചിക്കന് വേണ്ടിയിട്ടുള്ള മുളകളാണത്. ഇതാ കണ്ടില്ലേ, ഇവിടെ എല്ലാം മുളയിൽ ബാംബു ചിക്കൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണ നമ്മളൊരു ചിക്കൻ അൽഫാമിൻ്റെ മണമൊന്നും അല്ല വരുന്നത്, വേറൊരു വ്യത്യസ്തമായ മണമാണ്. എന്തായാലും കൊള്ളാം. കബാബ് എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കബാബിന് 30 രൂപ ഉള്ളൂ കേട്ടോ വില, 30 റുപ്പീസ് ഉള്ളി. അങ്ങനെ ഞാൻ ബാംബു ചിക്കനും കൂടെ കണ്ടപ്പോഴത്തേക്കും ഏകദേശം ആ ഒരു ടൗണിൻ്റെ എൻഡ് ആയിരിക്കുവാണ്. കണ്ടില്ലേ, ഇവിടെ എത്തുമ്പോഴത്തേക്കും കടകളെല്ലാം അവസാനിച്ചിരിക്കുവാണ്. ഇനിയിപ്പോൾ ഞാൻ തിരികെ അങ്ങോട്ടേക്ക് നടക്കുവാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ പല തരം ചീനി കച്ചവടം കണ്ടിട്ടുണ്ട്, പക്ഷേ ഇതാ ഇത്രയും വൃത്തിയായിട്ട് കപ്പ കുളിച്ച് കുട്ടപ്പനായിട്ടിരിക്കുന്ന കപ്പ വേറെ എവിടെയും കണ്ടിട്ടില്ല. ഓക്കെ, നേരെ കൊണ്ടം കറി വെച്ചാൽ മതി, അത്രയും നീറ്റായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇതാ കണ്ടില്ലേ, ഇവിടെ എല്ലാം 100 രൂപയുടെ ആ ഒരു റെയിൻകോട്ട് തരംഗം സൃഷ്ടിച്ചിരിക്കുവാണ്. ഇവിടെ മാത്രമല്ല, ഇന്ത്യ മൊത്തം എവിടെ നോക്കിയാലും ഈ ഒരു 100ൻ്റെ റെയിൻകോട്ട് കാണും. പാൻ ഇന്ത്യൻ റെയിൻകോട്ടാണത്. ചൈനക്കാർ ഇറക്കുന്നു, ഇന്ത്യക്കാർ വിജയിപ്പിക്കുന്നു. ചൈനക്കാർ എന്തിറക്കിയാലും നമ്മൾ അത് വിജയിപ്പിച്ചു കൊടുക്കും. ഇവിടെ ആയിട്ടൊരു ചായക്കട, നമുക്ക് എന്തായാലും ഒരു ചായ കുടിക്കാം. ഇതാ കണ്ടില്ലേ, തടിയുടെ ബെഞ്ചൊക്കെ ആയിട്ട് നല്ലൊരു വൈബ് സ്ഥലം. ഇവിടെ നിന്നൊരു ചായ കുടിക്കാം. ഇവിടെ ഫ്ലാസ്കിൽ ഒഴിച്ചു വെച്ചിരുന്ന ചായയാണ് കേട്ടോ. ഇവിടെ അല്ലാത്ത ചായ ഉണ്ട്, പക്ഷേ ഇവിടെ ഞാൻ വിചാരിച്ചു ആ തിളച്ചുകൊണ്ടിരിക്കുന്ന ചായ ആയിരിക്കുന്നു, പക്ഷേ അല്ല, ഫ്ലാസ്കിൽ ഒഴിച്ചു വെച്ചിരുന്ന ചായയാണ് തന്നത്. പക്ഷെ എന്നാലും നല്ല ചൂടുണ്ട് കേട്ടോ, നല്ല ചൂടുണ്ട്. ചൂട് പോകാതിരിക്കാനല്ലേ ഫ്ലാസ്ക്. കൊള്ളാം. ചായ അടിപൊളി ചായ കേട്ടോ, നല്ല കട്ടിയുള്ള പാല്. ആ ഒരു പാലിൻ്റെ മണം, തേയിലയുടെ മണം, മധുരം എല്ലാം കൂടെ ആയപ്പോൾ അടിപൊളി. സത്യത്തിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് ചായ മേടിക്കുമ്പോഴേ മിക്ക സ്ഥലങ്ങളിൽ നിന്നും മധുരം തീരെ കുറച്ചായിരിക്കും തരുന്നത്. ദേഷ്യം വരും അങ്ങനെ ചായ കുടിക്കുമ്പോഴേ. എന്ന് വെച്ചാൽ ഡോക്ടർമാരെന്തെങ്കിലും പറഞ്ഞിട്ട് അങ്ങനെ ചായ കുടിക്കുന്നവരൊക്കെ, പക്ഷെ എന്നാലും
നമ്മളിങ്ങനെ ഒരു ചായ എന്ന് പറഞ്ഞ് മേടിക്കുമ്പോഴേ മധുരമില്ലാത്ത ചായ വരുമ്പോഴേ നമുക്കൊരുമാതിരി വരും. പക്ഷേ ഇത് നല്ല മധുരമുള്ള ചായ. കേരളത്തിന് പുറത്ത് എവിടെ പോയാലും നല്ല മധുരമുള്ള ചായ കിട്ടും. ഈ ദേഷ്യം വരും എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അഹങ്കാരമാണ് പറയുന്നതെന്ന്. ശരിയാണ്, അഹങ്കാരമാണ് പറയുന്നത്. കാര്യം നമുക്ക് ഈ അസുഖങ്ങളൊന്നും ഇല്ല എന്നുള്ള ധാരണയിലല്ലേ അങ്ങനെ പറയുന്നത്. ചെക്ക് ചെയ്ത് നോക്കുമ്പോഴറിയാം ഷുഗറും പ്രഷറും കൊളസ്ട്രോളും എല്ലാം കാണും. ചെക്ക് ചെയ്തിട്ടില്ല. ചെക്ക് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് സ്വസ്ഥമായിട്ടൊന്നും കഴിക്കാനൊന്നും പറ്റില്ല. അങ്ങനെ ചായ എല്ലാം കുടിച്ചിട്ട് വന്നപ്പോൾ ഇതെവിടെയായിട്ട് കണ്ടില്ലേ, അൽഫാഹമ്മും എല്ലാ ഫുഡും ഉണ്ട് കേട്ടോ. ആഹാരപ്രിയർ, ഭക്ഷണപ്രിയർക്ക് നിരാശപ്പെടേണ്ടി വരില്ല. അങ്ങനെ പുറത്തെ കറക്കമെല്ലാം കഴിഞ്ഞിട്ട് തിരികെ റൂമിൽ വന്നിരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ വിചാരിക്കുന്നത്, ഞാൻ പാഴ്സൽ മേടിച്ചായിരുന്നു. ഞാൻ 4 ചപ്പാത്തിയും കുറുമക്കറിയും കൂടെ വാങ്ങി. കുറുമക്കറി അപ്പോഴതും കൂടെ വാങ്ങി. ഒരു സെറ്റ് ചപ്പാത്തിക്ക് 40 രൂപ. അങ്ങനെ 2 സെറ്റ് ചപ്പാത്തി വാങ്ങി 80 രൂപ. അങ്ങനെ വാങ്ങിയിട്ട് റൂമിൽ വന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഞാൻ കുളിച്ച് എല്ലാം കഴിഞ്ഞു കേട്ടോ. കുളിച്ച് ഫ്രഷായി എന്നിട്ടാണ് വന്നിരിക്കുന്നത്. എന്നിട്ടാണ് കഴിക്കാൻ വേണ്ടി പോകുന്നത്. ഞാൻ ഈ കുളിച്ച കാര്യം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഞാൻ പറഞ്ഞില്ലേ തണുപ്പിന്റെ കാര്യം, ഒരുപാട് തണുപ്പൊന്നുമില്ല. ഞാൻ ഈ ഊട്ടി, കൊടൈക്കനാൽ, മൂന്നാറൊക്കെ പോകുമ്പോൾ രാത്രി കുളിക്കുന്ന കാര്യം വലിയ പാടാണ്. വെള്ളം പുറത്ത് വീഴുമ്പോഴേ ഇങ്ങനെ കിടുങ്ങും. പക്ഷേ ഇവിടെ അങ്ങനത്തെ പ്രശ്നമൊന്നും എനിക്ക് തോന്നിയില്ല. പിന്നെ വേറൊരു കാര്യം പറയാം, നിങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് കുളിച്ചിട്ട് ജലദോഷമോ പനിയോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്നെ പറയരുത്. കാര്യം ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഞാൻ വേറൊരു കാര്യം നിങ്ങളെ കാണിച്ചു തരാം. ഈ കസേര കണ്ടില്ലേ, പണ്ടൊക്കെ കല്യാണ വീടുകളിലെല്ലാം ഉണ്ടായിരുന്നല്ലോ. കല്യാണ വീടുകളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിസപ്ഷനും കല്യാണവും ഒക്കെ നടക്കുമ്പോൾ ഇതേപോലത്തെ കസേര എടുക്കുമായിരുന്നു. അത് പക്ഷേ ഒരു വേറെ കളറൊക്കെ ആയിരിക്കും. അതിൻ്റെ ബാക്കിൽ അതിൻ്റെ ആ ഒരു കസേര വാടകയ്ക്ക് കൊടുക്കുന്ന ആ ഒരു സ്ഥാപനത്തിൻ്റെ ഒരു പേരും ഇവിടെ ഇങ്ങനെ കാണും. അതൊരു നൊസ്റ്റാൾജിയ. പക്ഷേ ഇതിപ്പോൾ മാറ്റ് ബ്ലാക്ക് ഒക്കെ അടിച്ച് നല്ല അടിപൊളി ലുക്കാണ്. അപ്പോഴെന്തായാലും ഞാൻ ചപ്പാത്തി വാങ്ങിയിട്ടുണ്ട്. പ്രകൃതിക്ക് ദോഷം വരാത്ത രീതിയിലുള്ള കവറാണ് കേട്ടോ. ഞാനൊരു പ്ലേറ്റ് വാങ്ങിയിട്ടുണ്ട്. ഇതിന് 3 രൂപയാണ് ഇത് വെച്ച് കഴിക്കാൻ വേണ്ടിയിട്ടേ. അപ്പോഴെന്തായാലും കഴിച്ചിട്ട് നമുക്ക് കിടന്നുറങ്ങാം. ചപ്പാത്തി അത്യാവശ്യം വലിയ ചപ്പാത്തിയാണ്. 2 എണ്ണം മതിയായിരുന്നു. എന്തായാലും വാങ്ങി കഴിക്കാം. പേപ്പറൊക്കെ വിരിച്ചിട്ട് വെച്ചിരിക്കുക. കാര്യം നല്ല നീറ്റായിട്ടുള്ള കമ്പിളി. ചരിയല്ലേ. കട്ടിലിൽ വെച്ച് കഴിക്കുന്ന കാര്യം എന്താണെന്നറിയോ, ഇവിടെ വേറൊരു ടേബിൾ ഉണ്ടായിരുന്നു. ഇതാ കണ്ടില്ലേ, ടേബിളിന് പൊക്കം കുറവാണ്. കസേരയേക്കാൾ പൊക്കം കുറവാണ് ടേബിളിന്. കട്ടിലാകുമ്പോൾ ഈ മെത്ത നല്ല ഹൈറ്റുള്ള മെത്ത കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഇതിൽ വെച്ച് കഴിക്കാൻ പറ്റുന്നുണ്ട്. കുറുകിയ കറിയാണ്. കൊള്ളാം, ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ ഈ പൂരിയുടെ കൂടെ കഴിക്കുന്ന ആ ഒരു കിഴങ്ങ് കറി ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട്. കൊള്ളാം. ഞാൻ ഈ പ്രകൃതിക്ക് ദോഷം വരാത്ത കവർ എന്നൊക്കെ പറഞ്ഞ കാര്യം എന്താണെന്നറിയോ, ചില വിവരദോഷികളുണ്ട്, വീട്ടിൽ നിന്ന് പുറത്തോട്ടിറങ്ങത്തില്ല. എന്നിട്ട് നമ്മൾ ഈ എവിടെങ്കിലുമൊക്കെ പോയി എന്തെങ്കിലുമൊക്കെ മേടിച്ച് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ, അതിനകത്ത് ഇതേപോലെ ഈ കവറിലൊക്കെ ആയിരിക്കും ഇട്ട് തരുന്നത്. ഉള്ള കാര്യം പറയാമല്ലോ, നമുക്ക് കഴിച്ചുകൂടാത്ത പല പ്ലാസ്റ്റിക് കവറിലൊക്കെ ഇട്ടിട്ട് പൊതിഞ്ഞിട്ടൊക്കെ ആയിരിക്കും തരുന്നത്. അത് നമ്മൾ കഴിച്ചേ പറ്റൂ. നമുക്ക് അവിടെ അതേ കിട്ടത്തുള്ളൂ. മനസ്സിലായില്ലേ? ചില സ്ഥലങ്ങളിൽ അതേ കിട്ടത്തുള്ളൂ. അപ്പോൾ അത് കഴിച്ചേ പറ്റൂ. അത് നമ്മൾ ചില വീഡിയോ ആയിട്ട് കാണിക്കുമ്പോൾ ചില വിവരദോഷികൾ പറയും അത് പ്രകൃതിക്ക് ദോഷമാണ്, മറ്റേതാണ്, തേങ്ങയാണ്, മാങ്ങയാണ്. വീട്ടിനകത്തിരുന്ന് സ്വന്തം ഭാര്യയോ അമ്മയോ വെച്ച് വിളമ്പി തരുന്നതിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഈ പറയുന്നത്, ഊളകൾ. എന്തായാലും ഞാനിത് കഴിക്കട്ടെ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. നാളെ നമുക്ക് ഇവിടെ ലോക്കലിലായിട്ട് കറങ്ങാനുള്ള ഏതെങ്കിലും സ്ഥലം നമുക്ക് നോക്കാം. എന്നിട്ട് അതനുസരിച്ച് പ്ലാൻ ചെയ്യാം. അപ്പോഴെന്തായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം.